ആനക്കയം സെയ്ദ് മുഹമ്മദ് അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം കുറച്ചു കാലമായിട്ട് തന്നെ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് ചികിത്സയിലും ആശുപത്രിയിലുമൊക്കെയായി കഴിയുകയായിരുന്നു. ഏതാണ്ട് 40 വർഷമായി അദ്ദേഹം ഒരു പ്രമേഹ രോഗിയായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് വളരെ കൃത്യമായും സയന്റിഫിക് ആയിട്ടും അതിനെയൊക്കെ തന്നെ നേരിട്ടുകൊണ്ട് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോയ ഒരാളാണ് സെയ്ദ് മുഹമ്മദ്. അദ്ദേഹം മരിച്ചു എന്നറിയുന്ന വാർത്ത വളരെ ഖേദകരമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണമായ ജീവിത ആഗ്രഹങ്ങൾ തന്നെ വിജയകരമായി പര്യവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം 1970-കളിൽ അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സെയ്ദ് മുഹമ്മദിന്റെ ജീവിതവുമായി തന്നെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹം മലപ്പുറത്തെ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വലിയ ഒരു ഭൂവുടമ എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ്. ഒട്ടേറെ ഏക്കർ കൃഷി ഉള്ള ഒരു സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഭൂവുടമയാണ് അദ്ദേഹം. പരമ്പരാഗതമായി ആ കുടുംബത്തിൽ ഒരുപാട് ലാൻഡഡ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ഒട്ടേറെ ആൾക്കാർക്ക് ജോലി കൊടുക്കാനും അവിടെയുള്ള നിരവധി കടകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനും ഒക്കെ പ്രാപ്തിയുള്ള ഒരു ധനികനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ, അവിടെയാണ് നമ്മൾ പല ആൾക്കാർക്കും അറിയില്ലാത്ത ചില ഭൂതകാലം സെയ്ദ് മുഹമ്മദിനുള്ളത്. അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ പേര് ചേക്കുട്ടി എന്നായിരുന്നു. ഈ ചേക്കുട്ടി ഈ മലബാറിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ്. മലബാർ കലാപം നടക്കുന്ന സമയത്ത് വാര്യംകുന്നത്തിന്റെ നേതൃത്വത്തിൽ ഒരു കലാപം നടക്കും. ഈ കലാപം നടക്കുമ്പോൾ അവർ ശത്രുക്കളായി കണ്ട കുറെ ആൾക്കാരുണ്ട്. ആ ശത്രുക്കളായി കണ്ട ആൾക്കാരെ അവര് നിഷ്കരുണം കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട ഒരാളാണ് ഈ ചേക്കുട്ടി. ചേക്കുട്ടിയാണ് സെയ്ദ് മുഹമ്മദിന്റെ അച്ഛന്റെ അച്ഛൻ. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിയുന്ന കാലത്താണ് വാര്യംകുന്നത്തിന്റെ സമരത്തിന് എതിരായിട്ടൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതേക്കുറിച്ച് സെയ്ദ് മുഹമ്മദിന് പറ്റി ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഇന്ന് ലഭ്യമാണെങ്കിലും വളരെ ഹൃദ്യമായ ഒരു വിവരണം നമുക്ക് കിട്ടുന്നത് എ ജബ്ബാർ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി എനിക്ക് തോന്നിയത്, ഞാൻ ബാക്കി സെയ്ദ് മുഹമ്മദിന്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും ഈ ഒരു സംഗതിയെക്കുറിച്ച് നമുക്കൊന്ന് പറയാതെയും കേൾക്കാതെയും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. നമ്മളിന്ന് സ്വാതന്ത്ര്യ സമരം എന്ന് പുകഴ്ത്തിപ്പറയുന്ന 1921 മാപ്പിള കലാപകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നാട്ടുകാവലാളായിരുന്ന ഇൻസ്പെക്ടർ ചേക്കുട്ടി എന്ന ഖാൻ ബഹദൂർ പട്ടമുള്ള നാട്ടുഭരണാധികാരിയുടെ തലയറുത്തതിൻ്റെ കഥ ആനക്കയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന ഏടായി തല ഉയർത്തി നിൽക്കുന്നു. വാര്യംകുന്നൻ്റെ നേതൃത്വത്തിലുള്ള കലാപകാരികൾ ഇൻസ്പെക്ടർ ചേക്കുട്ടിയുടെ തലയറുത്തതിൻ്റെ കഥ സെയ്ദ് മുഹമ്മദ് ഇങ്ങനെ വിവരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിൻ്റെ അത് അയാളെ ഒരു വിപ്ലവകാരിയായിട്ടാണ് ഈ മുസ്ലിങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനായിട്ടാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. വിപ്ലവം സ്ഥാപിച്ച് ഒരു വള്ളുവനാട് മാത്രമല്ല എറണാകുളം ഒക്കെ ഒരു നാട്ടുരാജ്യം 2-3 മാസം ഇസ്ലാമിക സാമ്രാജ്യം ഇതിന് സ്ഥാപിച്ചു ഇയാൾ. അതിൻ്റെ പേരിലാണ് അവരെ ഇയാളെ കൊല്ലാൻ കാരണം, ചേക്കുട്ടി ഇൻസ്പെക്ടറെ കൊല്ലാൻ കാരണം നമ്മൾ തറവാട്ടിൽ കാരണവരായിരുന്നു. അപ്പാൻ്റെ വാപ്പ അത് അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഇൻസ്പെക്ടറായിരുന്നു. റിട്ടയർഡായിരുന്നു. അയാൾ ചാരനാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടാണ് വിപ്ലവകാരികളെ ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് അയാൾക്കെല്ലാം ആരോപണം. ഇവിടെ ഖാൻ ബഹദൂർ എന്നുള്ള പട്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഇയാള് ഈ ചേക്കുട്ടി പട്ടായിരുന്നു മൊത്തം. അയാളെ കൊന്നു. കൊന്നിട്ട് അത് തലയെടുത്തുകൊണ്ട് മഞ്ചേരി ചന്തയിൽ പ്രസംഗിച്ചു വാര്യംകുന്നം. വീട്ടിൽ വന്നിട്ടാണ് കൊന്നിട്ട് തലയെടുത്തിട്ട് കൊണ്ടുപോയിട്ടാണ് മഞ്ചേരി ചന്തയിൽ ഇയാൾ
പ്രസംഗിച്ചത്. മഞ്ചേരിയൊക്കെ പിന്നെ അവരെ അധീനത്തിലാക്കി, പിന്നെ അവിടെ ട്രഷറിയൊക്കെ കൊള്ള ചെയ്തിട്ട് ആണ് ഇത് ചെയ്തത്. അതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ പിന്നെ ഈ വിപ്ലവകാരികൾക്കെതിരായിട്ട് പിന്നെ യുദ്ധം തുടങ്ങി നടപടിയെടുത്തത്. പിന്നെ പൂക്കോട്ടൂർ യുദ്ധമൊക്കെ അങ്ങനെയാണ്. വിലയിരുത്ത് കാര്യമായിട്ട് ആയതൊന്നുമില്ല. കുന്തം അത്ര വാപ്പ ജീവിച്ച് നല്ല ഉണ്ടാവും, കുട്ടിയാവും, ചുട്ടിയായിരിക്കും. അവരൊരു വിപ്ലവകാരിയായിട്ടാണ് മുസ്ലിം ലീഗുകളൊക്കെ കാണുന്നത്. അതേതരത്തിൽ ഈ ചാരന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ വളരെ സജീവമായി മലബാറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. വാര്യംകുന്നത്ത് തലവെട്ടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്ന ചേക്കുട്ടി ഈ ആനക്കയം സെയ്ദ് മുഹമ്മദിന്റെ പിതാവിന്റെ പിതാവാണ്. അദ്ദേഹം കണ്ടിട്ടില്ല, കഥകളിൽ നിന്ന് കേട്ടുകറിഞ്ഞിട്ടുള്ള കഥയാണ്. ആ കുടുംബത്തിൽ അവർ വലിയ ഒരു ഗൗരവമായി കാണുന്ന ഒരു സംഗതിയാണ്. വാര്യംകുന്നത്തെക്കുറിച്ചുള്ള പൊതു ധാരണകൾ ഇന്ന് അദ്ദേഹം ഒരു വിപ്ലവകാരിയായിട്ടും സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ മറുവശം എത്രയോ വട്ടം സെയ്ദ് മുഹമ്മദ് പറഞ്ഞും ആ കുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞും കേൾക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് ആമുഖമായി സ്മരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന സെയ്ദ് മുഹമ്മദിന്റെ പിതാവ് വലിയ ഡിവോട്ടായിട്ടുള്ള ഒരു മുസ്ലിമായിരുന്നു, വളരെ ഡിവോട്ടായിട്ടുള്ള ഒരു മുസ്ലിം. അപ്പൊ ആ പിതാവ് വളരെ വേദനിച്ച ഒരു സംഭവമാണ് സെയ്ദ് മുഹമ്മദ് മതം വിട്ട്, അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്, ആ കാലത്ത് അദ്ദേഹം മതം വിട്ട് ഒരു യുക്തിവാദിയായി തീരുന്നു. അപ്പൊ അങ്ങനെ യുക്തിവാദിയായി തീരുന്നതിന് അദ്ദേഹത്തിന്റെ ആ പോക്ക് വളരെ രസകരമാണ്. ആദ്യം അദ്ദേഹം തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രധാനമായിട്ടും 10 കൂലി എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ത് സാധനവും ഉൽപ്പന്നത്തിന്റെ 10 ആണ് ഈ ഹാർവെസ്റ്റിങ്ങിന്റെ സമയത്തുള്ള കൂലി എന്ന് പറയുന്നത്. അത് 8 എന്ന് പറഞ്ഞ് ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ സെയ്ദ് ആ കാര്യത്തിൽ ചില ആൾക്കാർ നിലപാട് വളരെ ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹം 8 കൂലി എന്ന് പറയുന്ന ഇവരുടെ പക്ഷത്ത് നിൽക്കുന്നു. അതിനകത്ത് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അതിനകത്തുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളോ രാഷ്ട്രീയ പാർട്ടികളുടെ തത്വസംഹിതയോ ഒന്നും അതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നില്ല. അദ്ദേഹം ആ പ്രശ്നത്തിൽ ഒരു നീതിയുടെ ഭാഗം അതാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി നിൽക്കുന്നു. പക്ഷെ അത് അംഗീകരിക്കപ്പെടുകയാണ്. അംഗീകരിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അത് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതിന് മുൻകൈയെടുത്ത സെയ്ദിനോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരെ ജോലിയിൽ നിന്ന് സെയ്ദിന്റെ പിതാവ് ഒഴിവാക്കുകയാണ്. അവിടെയാണ് സെയ്ദിന് നമ്മൾ ആദ്യമായിട്ട് വളരെ വ്യക്തമായ ഒരു നിലപാട് ഉള്ള ആളായിട്ട് കാണുന്നത്. സെയ്ദ് വളരെ ആലോചിച്ചതിന് ശേഷം പിതാവ് വെളിയിലാക്കിയ ആളെ സ്വയം ജോലിക്കെടുക്കുകയും ആ പറമ്പിലൊരു ഭാഗത്ത് ഒരു വീട് വെച്ച് താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പിതാവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. രണ്ടുപേരും 2 നിലപാടിലാണ് എന്ന് കാണാം അവിടെ. ആ കോൺഫ്ലിക്റ്റ് പിന്നീട് പല മേഖലകളിലേക്കും വരുന്നുണ്ട്. ഉദാഹരണത്തിന് സെയ്ദിന് വരുന്ന ഭൂമിയിലൊരു ഭാഗം സെയ്ദ് യുക്തിവാദിയാകുമ്പോൾ അതുമൂലം പരലോകം നഷ്ടപ്പെടുമോ എന്ന ഭീതി വന്ന പിതാവ് പള്ളിക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. 3-3.5 ഏക്കർ സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ സെയ്ദിന്റെ പേരിലുള്ള ഭൂമിയാണ് കൊടുക്കുന്നത്. അതിലെഴുതി കൊടുക്കുന്നത് പരലോകത്ത് എൻ്റെ സ്ഥിതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊരു ഉപാധി പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ അത് കൊടുത്തെങ്കിലും ആ ഭൂമിയുടെ കയ്യവകാശവരുടെ കയ്യിൽ തന്നെയാണ്. പള്ളിക്ക് എഴുതി കൊടുത്തതേ ഉള്ളൂ. പള്ളിയിലെ കമ്മിറ്റിക്കാരൊക്കെയാണ്? അത് സെയ്ദിന്റെ അമ്മാവന്മാരും ചിറ്റപ്പന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രമാണികളായ മുസ്ലിങ്ങൾ ആണ്. അവരെല്ലാവരും തന്നെ സെയ്ദിന്റെ ബന്ധുക്കളുമാണ്. എന്നാൽ ഈ ഭൂമി കൊടുക്കുന്നില്ല എന്ന് സെയ്ദ് ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ്? ഇത് സെയ്ദാണ് എഴുതി അന്ന് സെയ്ദിന് അത്ര ഒരു ഇക്കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകാതിരുന്ന ഒരു കാലത്ത് സെയ്ദിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് പരലോകം കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സെയ്ദിന് പരലോകത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഈ ഭൂമി കൊടുക്കുന്നില്ല, തിരിച്ചു വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നു. അതാണ് സെയ്ദിന്റെ ഒരു യുക്തിവാദ രംഗത്തേക്കുള്ള കടന്നുവരവിന്റെ തുടക്കമാണ് അവിടെ കുറിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള വലിയ വായനയോ ഇക്കാര്യത്തിലുള്ള പഠനങ്ങളോ ഒന്നുമില്ല. ഒരു വിദ്യാർത്ഥി ആണ് സെയ്ദ്. അക്കാലത്തിന്റെ സെയ്ദിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു വെച്ചാൽ, പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമായി
ഒരു അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അക്കാലത്തുണ്ടായിരുന്ന KSF ആണോ SFI ആണോ എന്ന് എനിക്കറിയില്ല, CPMന്റെ വിദ്യാർത്ഥി സംഘടനയുമായി അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ബന്ധം പുലർത്തുന്നുണ്ട്. അതേക്കുറിച്ച് പിന്നീട് സെയ്ദ് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തന്നെ പ്രസംഗിച്ചിട്ടുള്ളതുമായ കുറെ രസകരമായ സംഗതികളുണ്ട്. നമ്മുടെ ജബ്ബാർ മാഷ് തന്നെ അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സംഗതി. ജബ്ബാർ മാഷ് ആ സമയത്ത് പഠിച്ചിരുന്ന കാലത്ത് ആദ്യം അദ്ദേഹം യുക്തിവാദിയാകുന്നതിന് മുമ്പ് MSFന്റെ പ്രവർത്തകനായിരുന്നു. അപ്പൊ ആ കാര്യത്തിൽ ജബ്ബാർ മാഷ് ആ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഓപ്പൺ അപ്പ് ചെയ്തു വരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് ഒരു വലിയ കൈത്താങ്ങായി നിന്നിരുന്ന ആളായിരുന്നു ഈ സെയ്ദ് മുഹമ്മദ് ആനക്കെ. ഒരു ട്രാൻസ്ഫോർമേഷൻ ജബ്ബാർ മാഷിൽ സംഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ ആരായിരിക്കാം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുക? ജബ്ബാർ മാഷ് പിൽക്കാലത്ത് ഇസ്ലാമിനെതിരായിട്ടുള്ള സമരത്തിൽ വളരെ സജീവമായി മുന്നോട്ട് വന്ന ഒരാളാണ്, നമുക്കറിയാം അല്ലേ? അപ്പം അദ്ദേഹത്തിന് ആദ്യകാലത്ത് അദ്ദേഹത്തിന് കൈത്താങ്ങായിരുന്ന ആൾക്കാർ പരസ്പര പൂരിതമായി 3-4 പേരുണ്ടായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന ആനക്കയം സെയ്ദ് മുഹമ്മദ്, അബ്ദുൽ അലി മാഷ്, അതുപോലെ തന്നെ ഡോക്ടർ EV ഉസ്മാൻ കോയ, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഇവരുടെയൊക്കെ ഒരു ചെറിയ സംഘം അവിടെ വളരെ സജീവമായിട്ട് വരുന്നത്. അതിനകത്ത് വിദ്യാർത്ഥികളായ ഈ സെയ്ദ് മുഹമ്മദും ജബ്ബാറും ഉണ്ട്, അധ്യാപകനായ ആനക്കയം സെയ്ദ് മുഹമ്മദ് ഉണ്ട്, ഒരു മെഡിക്കൽ ഡോക്ടറായ ഡോക്ടർ EV ഉസ്മാൻ കോയ ഉണ്ട്. ഈ ചെറു സംഘമാണ് ആദ്യമായി ഓപ്പണായിട്ട് ഇസ്ലാമിനെ കുറിച്ച് വിമർശനപരമായി സംസാരിക്കാൻ തുടങ്ങുന്ന നമുക്ക് ആധുനിക കേരളത്തിലെ, മോഡേൺ കേരളത്തിലെ ശക്തരായ ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ബാഹ്യമായി വെളിയിലേക്ക് വരാൻ അത്രയധികം ധൈര്യമുണ്ടായിരുന്നില്ലാത്ത ഒരവസ്ഥ. അവര് പലപ്പോഴും ഓപ്പൺ അപ്പ് ചെയ്യാതെ ചെറിയ ചർച്ചകളിലും മറ്റുമായി കഴിയുന്നു. സമചിന്തയുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ വളരെ ഓപ്പണായിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല ആ സമയത്ത് സെയ്ദ് ഒരു ചെറിയ ലഘുലേഖ എഴുതുന്നുണ്ട്. സെയ്ദിന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടൊരു ഇത് വരുന്നു. അതേ തുറന്നിട്ട് അഹമ്മദ് മൗലവിയുടെ പച്ച നുണകൾ എന്ന് പറഞ്ഞിട്ട് അഹമ്മദ് മൗലവിയായിട്ടൊരു ചർച്ച നടക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ലഘുലേഖയൊക്കെ തയ്യാറാക്കി അത് പത്രത്തിൽ വെച്ച് നാട്ടിലൊക്കെ സെയ്ദ് വിതരണം ചെയ്യുകയാണ്. അങ്ങനെയാണ് സെയ്ദ് ഒരു റിബലായിട്ട് അവിടെ എമർജ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെയ്ദിനെതിരായിട്ട് 2 കാര്യങ്ങളുണ്ട്. പിതാവ് കൊടുക്കെന്ന് പറഞ്ഞ ഭൂമി കൊടുക്കുകയില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്ലാമിനെ പറ്റി പറയുന്ന അവകാശവാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ഒരു ലഘുലേഖ വിതരണം ചെയ്യും. ഇത് രണ്ടും വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ഊരുവിലക്കി. ഊരുവിലക്കുക എന്ന് പറഞ്ഞറിയാമല്ലോ, ക്രിസ്ത്യാനികളുടെ മഹറോൻ പോലത്തെ വേറെ ഒരു ഏർപ്പാടാണ്. അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് ഹിന്ദുക്കൾ പറയുന്നത് പോലെയുള്ള മുസ്ലിങ്ങളുടെ ഏർപ്പാടാണ് ഊരുവിലക്ക്. സമുദായ ഭ്രഷ്ടനാക്കുക. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട സംഗതി എന്താണ്? അവിടെയുള്ള എല്ലാ മഹല്ല് മീറ്റിങ്ങുകളിലൊക്കെ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹത്തിന് വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല, ഇദ്ദേഹത്തെ കല്യാണത്തിനോ മറ്റ് പരിപാടികൾക്കൊന്നും വിളിക്കാൻ പാടില്ല, ഒരു തരത്തിലും ഉള്ള പൊതുജീവിതത്തോട് സഹകരിപ്പിക്കാൻ പറ്റുകയില്ല. അതാണ് ഈ ഊരുവിലക്കിന്റെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞാൽ. അതേക്കുറിച്ച് സെയ്ദ് വളരെ ദീർഘമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം പറഞ്ഞു, ഊരുവിലക്ക് പരാജയപ്പെട്ടു പോയി. പരാജയപ്പെട്ടതിന്റെ കാരണം 2 തരത്തിലാണ്. ഒന്ന്, അവിടെ ഈ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്ന് പറയുന്ന ഒരു നിര കടകൾ പലതുമുണ്ട്. അതെല്ലാം ഓൺ ചെയ്യുന്നത് സെയ്ദ് തന്നെയാണ്. അപ്പൊ സെയ്ദിന്റെ സ്ഥലത്ത് വാടക കൊടുത്തുകൊണ്ട് കട നടത്തുന്ന ആൾക്കാര് സെയ്ദിന് സാധനം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുകയില്ല. ഇല്ല, ഇനി അദ്ദേഹത്തിന് ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട പോലും ആവശ്യമില്ല. കൃഷിയിടത്തിലെല്ലാം ഉണ്ട്, വീട്ടിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ സംഗതി, അദ്ദേഹം ഒരു തൊഴിൽദാതാവായിരുന്നു. അദ്ദേഹം അവിടെ കൃഷി ചെയ്യുകയാണ്. അപ്പൊ ഒരു 10-30 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് ആൾക്കാർ വരണം അല്ലെ? ജോലിക്ക് ആൾക്കാർ വരുമ്പോൾ ഒരു പള്ളിക്കാർ പറയാണ്, നിങ്ങൾ പുള്ളിയുടെ ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, എന്നാൽ ശരി നിങ്ങൾ ജോലി തരുമോ എന്നുള്ള തിരിച്ചുള്ള ചോദ്യം ഒരു പള്ളിക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. അങ്ങനെ സെയ്ദിന്റെ അടുത്ത് ജോലി ചെയ്യുകയും പ്രതിഫലം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പറയുന്ന ഊരുവിലക്ക് സെയ്ദ് മുഹമ്മദിന്റെ അടുത്ത് വിലപ്പോയില്ല. തൻ്റെടിയായ ഒരു മനുഷ്യൻ, അത് സാമ്പത്തിക ശക്തി കൊണ്ട് ആ തൻ്റെ ഇടത്തിന് വേണ്ടത്ര കരുത്തും ഉണ്ടായിരുന്നു എന്ന് കൂട്ടുക. ഇതേ സാഹചര്യം മറ്റുള്ളവർക്കുണ്ടായ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സാധിച്ചു എന്ന് വരില്ല. പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാരെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരനുഭവിക്കുന്ന പീഡനങ്ങളും അവരനുഭവിക്കുന്ന ഒറ്റപ്പെടുത്തലുകളും ഒക്കെ എത്ര ഭീകരമായിരിക്കുമെന്ന് ഇന്നുപോലും നമുക്ക് എഴുതുന്ന എത്രയോ സുഹൃത്തുക്കളെ നമുക്കറിയാൻ പറ്റും. അത് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മിക്കവാറും അവർ ആക്രമിക്കപ്പെട്ടു എന്ന് വരാം, അവരെ കൊന്നുകളയാനോ തകർത്ത് കളയാനോ ഉള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിന്ന് വരാം. ഇനി അത് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു എതിർപ്പെങ്കിലും കാണിക്കുന്ന ആൾക്കാരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, സോഷ്യലി ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന രീതി ഇന്ന് എല്ലാ മുസ്ലിം ഗ്രാമങ്ങളിലും സജീവമായി നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. പണ്ട് കാലത്ത് ഇത് മറ്റു സമുദായങ്ങളിലും ഉണ്ടായിരുന്നു. ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ ക്രൈസ്തവ മേഖലകളിൽ മുഴുവൻ നിലനിന്ന രീതിയാണത്. ഇന്നും അതെ, ഇടുക്കിയിലും മറ്റുമുള്ള പല സ്ഥലത്തും പള്ളിയെ എതിർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, സോഷ്യൽ ഐസൊലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ജാതി കേന്ദ്രങ്ങളിൽ
ഇത്തരം സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാകാറുണ്ട്. അത് ഏറ്റവും രൂക്ഷമായി വരുന്നത് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നാണ്. കാരണം ഈ മതം വിടുന്ന ആള് കൊല്ലപ്പെടേണ്ട ആളാണ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സങ്കല്പം തന്നെ ഇസ്ലാമിൽ നിലവിലുണ്ട് എന്നതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ഭീതിജനകമായേക്കാവുന്ന സാഹചര്യമാണ് മറ്റു പലരും നേരിടേണ്ടി വരുന്നതെങ്കിൽ സെയ്ദിന് അതത്ര നേരിടേണ്ടി വന്നില്ല. അച്ഛനുമായി തന്നെ ഇക്കാര്യത്തിൽ ഒരർത്ഥത്തിൽ ഒരു ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്നത്, സെയ്ദ് മുഹമ്മദ് ആദ്യം മലപ്പുറം ജില്ലാ യുക്തിവാദ സംഘത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ദിവസമാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. സെയ്ദ് പറഞ്ഞത് അച്ഛനത് അറിഞ്ഞില്ല, അതിനുമുമ്പ് അദ്ദേഹം മരിച്ചു കളഞ്ഞ്. അപ്പം അത് പക്ഷെ ആ കോൺഫ്ലിക്റ്റ്, ആശയപരമായ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുകയും അതേസമയം തന്നെ ഈ ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഒരു സൗഹൃദ ബന്ധം നിലനിർത്താൻ വളരെയേറെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവരാരും അദ്ദേഹത്തിന്റെ ശത്രുക്കളായിരുന്നില്ല. എല്ലാവരുമായി സൗഹൃദത്തിലാണ് ഒരു വശത്ത്. മറുവശത്ത് അതിനെ ശക്തമായി എതിർക്കും. ഒരു തരത്തിലും സെയ്ദ് മുഹമ്മദ് ആർക്കും വഴങ്ങുന്ന ഒരാളല്ല. ഇതായിരുന്നു പൊതുവായ രീതി. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞേക്കും എന്നൊക്കെ പറയുന്ന ഭീഷണി ഉണ്ടായ ഒരു കാലമുണ്ട്. 1980-കളിൽ 85-ലോ മറ്റോ ആണെന്നാണ് എൻ്റെ വിചാരം. ആ സമയത്ത് അദ്ദേഹം ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ സജീവ പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇറക്കി, എന്നെ കൊന്നാൽ അത് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന് വലിയ ഒരു ഗുണമായി തീരും. കാരണം അദ്ദേഹം 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻഷുറൻസ് എടുത്തു. ആ ഇൻഷുറൻസ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക കിട്ടുന്നത് എനിക്ക് എൻ്റെ പേരിലേക്കാണ് തരുന്നത്. എനിക്ക് സനൽ ഇടമറിയലും അതുവഴി ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ ലഭ്യമാകുക എന്ന മട്ടിൽ അദ്ദേഹം ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. എന്നിട്ട് അത് പരസ്യമാക്കി അതിന്റെ കോപ്പി എടുത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്തു. അപ്പൊ ആരെങ്കിലും സെയ്ദ് മുഹമ്മദിനെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു വലിയ മൂലധനമായി മാറും എന്നുള്ളത് കൊണ്ട് നിങ്ങളത് ചെയ്യുന്നതിൻ്റെ യാതൊരു അർത്ഥമില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. സൗമ്യനാണ്, ശബ്ദമുയർത്താതെ സംസാരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുള്ളത്. ആരോടും അദ്ദേഹം കലഹിക്കുന്നതായി കേട്ടിട്ടില്ല. ഒരാളോട് എതിർപ്പ് പറയാൻ, വ്യക്തിബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഒരാളോടും കടുപ്പിച്ച് വർത്താനം പറയാൻ അറിയില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം കേരള യുക്തിവാദി സംഘമായി ഒരു യുക്തിവാദ സംഘം മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് ആദ്യം. അപ്പൊ അത് 1984-ൽ ഇന്ത്യൻ യുക്തിവാദ സംഘവും കേരള യുക്തിവാദ സംഘവുമായിട്ട് വേർപിരിയുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യൻ യുക്തിവാദ സംഘത്തിന്റെ കൂടെ ഉറച്ചു നിന്നു. അതേസമയം തന്നെ അന്ന് കേരള യുക്തിവാദ സംഘത്തിന്റെ കൂടെ ഉറച്ചു നിന്ന ആളാണ് ജബ്ബാർ മാഷ്. അപ്പൊ ജബ്ബാർ മാഷും അദ്ദേഹവും തമ്മിലുള്ള സ്നേഹബന്ധം വളരെ വളരെ ദൃഢമാണ്. രണ്ട് സംഘടനകളിലായിരിക്കുമ്പോഴും വളരെ ദൃഢമായ സൗഹൃദ ബന്ധമാണ്. ഒരുപക്ഷെ ജബ്ബാർ മാഷ് അത് ഓർമ്മയുണ്ടാവും. ഞാൻ ആദ്യം ജബ്ബാർ മാഷിനെയും ഫൗസിയ ടീച്ചറിനെയും കാണുന്നത് സെയ്ദ് മുഹമ്മദിന്റെ വീട്ടിൽ വെച്ചാൽ. ഞാൻ ആ മലബാറിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും സെയ്ദിന്റെ വീട്ടിലെത്തി അവിടെ ആയിരിക്കും ഞാൻ താമസിക്കുക. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി ജബ്ബാർ മാഷിനെ പരിചയപ്പെടുന്നത് പോലും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ബന്ധങ്ങൾ തുടരുമ്പോൾ അവർക്കുണ്ടായിരുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട്. രണ്ട് സംഘടനയാണ്. ഒന്നാമത് വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്ന അവിടെയുള്ള മുസ്ലിം പശ്ചാത്തലമുള്ള എക്സ് മുസ്ലിംസ് എന്ന് ഇന്ന് പറയുന്ന മുസ്ലിം പശ്ചാത്തലമുള്ള അന്നത്തെ ആ ടീം അവിടെയുള്ളവര്, അവർക്ക് യുക്തിവാദി സംഘം രണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഉള്ള സാധ്യതകൾ ഇല്ലാതാവുകയാണ്. ഇപ്പൊ ജബ്ബാർ മാഷ് വളരെ കൃത്യമായി തന്നെ KYS എന്ന് പറയുന്നത് കേരള യുക്തിവാദ സംഘത്തിന്റെ കൂടെയാണ്. അതേസമയം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുകയും സഹകരിക്കുകയോ ചെയ്യുന്നുണ്ട്. സെയ്ദ് മുഹമ്മദ് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ കൂടെയാണ്. അങ്ങനെ വരുമ്പോൾ മലപ്പുറത്ത് ഇവരെന്ത് നിലപാടെടുക്കണം? അപ്പൊ സെയ്ദ് എന്നോട് ദീർഘമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സെയ്ദ് ഒരു പ്രപ്പോസൽ പറഞ്ഞു, ഞങ്ങൾ സംഘടനകളൊക്കെ അങ്ങനെ നിൽക്കട്ടെ, നമ്മൾ മലബാറിലും മലപ്പുറത്തും നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുക. അതായത് ഇവിടെ ഒരാളും കേരള യുക്തിവാദ സംഘം എന്നും പറയില്ല, ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷനും പറയില്ല, വേറൊരു സംഘടന നമ്മൾ യുക്തിവാദി സംഘം എന്ന് മാത്രം പറയുക. അപ്പൊ അതിനകത്ത് ഇപ്പൊ ജബ്ബാർ മാഷിന് സഹകരിക്കാം, എനിക്കും സഹകരിക്കാം, ഉസ്മാൻ ഗോയ്ക്ക് സഹകരിക്കാം, എല്ലാവർക്കും സഹകരിക്കാം. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് ലൈൻ. അപ്പൊ അത് എന്നോടൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. കാരണം നമുക്കുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്നിട്ട് ആ ഐഡന്റിറ്റിയുടെ പേരിൽ ഒരു സംഘടന എന്ന നിലയിൽ കാണിക്കുന്നതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആശയത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ്. അവിടെയുള്ള പ്രായോഗികമായ സാഹചര്യത്തിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് നിശ്ചയിക്കാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ KYSഉം അക്കാര്യത്തിൽ അതുപോലെ ഒരു ഉദാരമായ സമീപനമാണ് എടുത്തത്. കാരണം എല്ലാവർക്കും അവിടെയാണ് രണ്ട് സംഘടനയായിരിക്കുമ്പോഴും പരസ്പരം സഹകരിച്ചുകൊണ്ട് ആ മലപ്പുറത്തെ സാഹചര്യത്തിൽ ഇവർക്ക് അതിജീവിക്കാനുള്ള
തന്ത്രപരമായ നിലപാട് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി പ്രസന്റ് ചെയ്യാനുള്ള തന്ത്രപരമായ നിലപാടിന്റെ കാര്യത്തിൽ ഇരു സംഘടനകളും അവിടെ യോജിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് സംഘടനകളുള്ള ആൾക്കാർ അവിടെ ഈ പ്രസ്ഥാനത്തെ നയിക്കുമ്പോൾ യുക്തിവാദി സംഘം എന്ന വേറൊരു പേര്, അതിനകത്ത് കേരള, ഇന്ത്യ എന്നൊന്നും ഇല്ലാത്തൊരു സംഘം, അത് പിന്നീട് ജബ്ബാർ മാഷ അദ്ദേഹത്തിന്റെ ഒരു പുതിയ സംഘടനയായി തന്നെ യുക്തിവാദി സംഘം എന്ന് പറഞ്ഞ ഒരു സംഘടനയായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പിന്നീട് അറിയുന്നത്. കാരണം അദ്ദേഹം പിന്നീട് കേരള യുക്തിവാദ സംഘവുമായി അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇത്തരം ഈ സംഘടനാപരമായ വ്യത്യാസങ്ങൾക്ക് അതീതമായി യുക്തിവാദം അല്ലെങ്കിൽ റാഷണലിസം എന്നൊക്കെ പറയുന്ന ഈ നിലപാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി എങ്ങനെയാണ് ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന നിലയിൽ തന്നെയാണ് ഈ പ്രാദേശിക തലത്തിൽ പലപ്പോഴും ഈ രണ്ട് സംഘടനകളുടെയും പ്രവർത്തകരൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഒരു സംഘടനയുടെ മീറ്റിങ്ങിന് മറ്റേ സംഘടനയുടെ ആൾക്കാരെത്തും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു രണ്ട് സംഘടനയായി നിൽക്കുന്നത് എന്നത് പലപ്പോഴും ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അന്നുണ്ടായിരുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ച വീക്ഷണം സ്വീകരിക്കണം എന്ന നിലപാട് അന്ന് KVS എടുക്കുന്നു. അതിനോട് വളരെ കൃത്യമായി തന്നെ മാർക്സിസത്തോടുള്ള വിയോജിപ്പ്, അല്ലെങ്കിൽ മാർക്സിസം ഒരു ഡോഗ്മാറ്റിക് പൊസിഷനായിട്ട് യുക്തിവാദ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നതിനെതിരായിട്ടുള്ള കൃത്യമായ ഒരു നിലപാട് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്. അതായിരുന്നു അന്നത്തെ വേർപിരിവിന്റെ സംഗതി. അതേസമയം തന്നെ ഒരാള് ഈ സമ്പൂർണമായും എല്ലാ കാര്യങ്ങളോടും നമ്മളോട് യോജിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവരോട് സഹകരിക്കൂ എന്ന് പറയുന്ന ശാഠ്യം ഇരു സംഘടനകളും പുലർത്തിയിരുന്നില്ല. മാർക്സിസ്റ്റുകൾ അല്ലാത്ത ആൾക്കാരും KVS ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റുകളായ ആൾക്കാരെ നമ്മൾ ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷനെ നമ്മൾ ഒരിക്കലും തടസ്സം പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ കാര്യത്തിലുള്ള നമ്മുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അതേസമയം തന്നെ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പോലെയുള്ള അശാസ്ത്രീയമെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാവുന്ന നിലപാടുകൾ യുക്തിവാദി സംഘത്തിന് സ്വീകാര്യമല്ല എന്നും, നിങ്ങൾക്ക് ആ കാര്യത്തിലുള്ള യോജിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് യോജിക്കാം, യോജിപ്പുള്ള കാര്യങ്ങളിൽ യു ക്യാൻ ടേക്ക് യുവർ ഓൺ പൊസിഷൻ എന്നൊരു നിലപാടാണ് നമ്മൾ ഇപ്പോഴും എടുത്തിരുന്നത്. കാരണം എല്ലാവരും സംശുദ്ധരായി 100% നമ്മുടെ നിലപാടിലേക്ക് വരുന്നത് വരെ അവരെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു സംശുദ്ധതാവാദത്തിനപ്പുറത്ത് യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിച്ചുകൊണ്ടും വിയോജിക്കാവുന്ന കാര്യങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും അതേസമയം ശത്രുക്കൾ അല്ലാതെയും കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഘടനാ രീതിയാണ് നമ്മൾ എക്കാലത്തും കൊണ്ടുപോയിരുന്നത്. ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നമ്മളൊരു നല്ല മോഡലായിരുന്നു മലപ്പുറത്ത് അന്ന് ഈ രണ്ട് റാഷണലിസ്റ്റ് അസോസിയേഷനുകളും കൂടി അന്ന് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ സംഘടനാ സ്പ്ലിറ്റൊക്കെ വരുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഖുറാൻ വിമർശന പഠനം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് പശ്ചാത്തലമായി തീർന്നത് ഒന്ന്, ഈ അന്ന് അൽഫോൻസ് എന്ന് പറയുന്ന ഒരു കൊയിലാണ്ടിയിൽ നിന്നുള്ളൊരു അധ്യാപകൻ കൊല്ലത്ത് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. അൽഫോൻസ് അന്ന് കൊല്ലം ജില്ലാ യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റാണ്. അൽഫോൻസിന്റെ മുൻകൈയെടുക്കലിൽ കൊയിലാണ്ടിയിൽ വെച്ചൊരു യുക്തിവാദി സമ്മേളനം വിളിക്കുകയാണ്. ആ സമ്മേളനത്തിൽ ഇടമറുക് പോയി പങ്കെടുക്കുന്നു. ദാറ്റ് വാസ് ബാക്ക് ഇൻ 1979 മറ്റോ ആണ് ഒരു സമ്മേളനത്തിൽ പോയി പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുക്കുമ്പോൾ ആ കാലത്ത് ഡൽഹിയിൽ ഞങ്ങൾ ഒരു സ്റ്റഡി ക്ലാസ് സമ്പ്രദായം കൊണ്ടുവന്നിരുന്നു. എല്ലാ ആഴ്ചയിലും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പുതിയ നമ്മുടെ മെമ്പേഴ്സിനെ പരിശീലിപ്പിക്കുക എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മതഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതിനകത്ത് ഭഗവത്ഗീത വരുന്നു, വേദങ്ങൾ വരുന്നു, ഖുറാൻ വരുന്നു, അങ്ങനെ സെയിന്റ് അവസ്ഥ വരുന്നു, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഓരോ തവണയും ഒരു 30-40 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ നമ്മൾ അവരെ എക്യുപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി നടന്ന പഠനങ്ങളുടെ ഭാഗമായിട്ട് പല റെസ്പോൺസിബിലിറ്റി വരികയാണ്. ഭഗവത്ഗീതയെക്കുറിച്ച് ഇടമറുകാണ് ക്ലാസ് എടുക്കുന്നത്. വേദങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാനുള്ള ചുമതല എനിക്കാണ് വരുന്നത്. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. വളരെ ഗൗരവമായിട്ടാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആൾക്കാർ കാണുന്നത്. അപ്പൊ പുതിയ ക്വസ്റ്റ്യൻസ് വരും, അപ്പൊ കൂടുതൽ വായിക്കേണ്ടി വരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതാണ് പിൽക്കാലത്ത് എൻ്റെ വേദങ്ങൾ ഒരു വിമർശന പഠനം എന്ന് പറഞ്ഞ പുസ്തകം വരുന്നതിന് പശ്ചാത്തലമൊരുക്കിയത്. അതിനുവേണ്ടി നടന്ന പഠനങ്ങൾ ഏതാണ്ട് ഒരു 60-70 മീറ്റിങ്ങുകളിൽ ആ വിഷയത്തെക്കുറിച്ച് സംഭാഷണം നടത്തുകയും ചോദ്യങ്ങൾ വരികയും ഒക്കെ ചെയ്തതിനെ തുടർന്നിട്ടാണ് അത് ആ പുസ്തകത്തിനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പുസ്തകത്തിനുള്ള പശ്ചാത്തലവും വരുന്നത്. ഖുറാനെ കുറിച്ചുള്ള ഒരു പഠനവും അന്ന് ഖുറാനും കൊണ്ട് ചർച്ച വരുന്നുണ്ട്. അന്ന് മലയാള ഭാഷയിൽ ഖുറാന്റെ പരിഭാഷയായിട്ട് ആകെ അറിയുന്നത് CN അഹമ്മദ് മൗലവിയുടെ ഒരു പരിഭാഷ മാത്രമേ ഉള്ളൂ. അത് എല്ലാ മുസ്ലിങ്ങളും അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ മലയാള പരിഭാഷ വെച്ചുകൊണ്ട് ഇടമറുകാണ് ഖുറാനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതേക്കുറിച്ച് അദ്ദേഹം ഈ കൊല്ലത്തെ മീറ്റിങ്ങിൽ പറയുമ്പോഴാണ് ഈ അൽഫോൻസ് കൊയിലാണ്ടിയിൽ ഈ വിഷയം സംസാരിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അങ്ങനെ ആ ക്ഷണിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ വെച്ചാണ് സെയ്ദ് വന്നിട്ട് ഇടമറുകിനെ
പരിചയപ്പെട്ടു, അഡ്രസ്സ് എല്ലാം വാങ്ങിക്കുന്നു, പോകുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഈ അബ്ദുൽ അലി മാഷുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത്. അബ്ദുൽ അലി മാഷ് പറയും, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറേയേറെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കുറെ നോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ അലി മാഷ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ റൂമിൽ പോകുന്നു, കുറെ നേരം സംസാരിക്കുന്നു. അപ്പോൾ ഒരു സെറ്റ് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കണം, ഇന്ത്യൻ ഡിസീസ് പബ്ലിഷേഴ്സ് തുടങ്ങാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഒരു പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ, ഒരു ലിസ്റ്റ് ഇടമറുക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൽ പോയിട്ട് വാങ്ങിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹദീസുകളുടെ വിവിധ മലയാള പരിഭാഷകൾ, ഇംഗ്ലീഷിലുള്ളതൊക്കെ തന്നെ നമുക്ക് ഡൽഹി കിട്ടാറുണ്ട്, അവിടെ ഒരു ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, അവിടെ കിട്ടാറുണ്ട്. അപ്പം ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടി അബ്ദുൽ അലി മാഷും ഇടമറുകും കൂടി അവിടെ പോയിട്ട് ഈ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൽ പോയിട്ട് പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇടമറുക് വേണ്ട 10, 100, 120 പുസ്തകങ്ങൾ വാങ്ങിച്ചു. ഇസ്ലാമിനെ കുറിച്ചുള്ള അന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങൾ തന്നെ അത് വാങ്ങിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ട്രെയിനിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. അതെല്ലാം അബ്ദുൽ അലി മാഷെ ഏൽപ്പിക്കുന്നു. അത് ബുക്ക് ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ അലി മാഷെ ഏൽപ്പിക്കുന്നു. അബ്ദുൽ അലി മാഷ് അതെല്ലാം പാക്ക് ചെയ്ത് ട്രെയിനിൽ ബുക്ക് ചെയ്ത് ഡൽഹിക്ക് അയക്കുന്നു. അപ്പൊ അതേക്കുറിച്ചുള്ള അദ്ദേഹം പഠനം തുടങ്ങുന്നു. അതേ തെരഞ്ഞിട്ട് ഇത് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ഡ്രാഫ്റ്റ് തയ്യാറായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അറബിക് ഭാഷ അറിയില്ല. മലയാള പരിഭാഷ ഒരു വശത്ത് സ്വീകരിക്കുകയും ഇതിന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ആധികാരികമായ ഖുറാന്റെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് പരിഭാഷ പിക്താളിന്റെ പരിഭാഷയാണ്. അപ്പൊ പിക്താളിന്റെ പരിഭാഷ ഇംഗ്ലീഷ് വേർഷൻ നോക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഈ കോട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എങ്കിലും അത് ഈ അറബിക് പദങ്ങൾ ഇതിനകത്ത് ധാരാളമായിട്ട് വരുന്നുണ്ട്. അത് ആ പദങ്ങൾ, അത് മലയാള പരിഭാഷയ്ക്കകത്തുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കകത്തുള്ള അറബിക് പദങ്ങൾ കൃത്യമായിട്ടാണോ വന്നിരിക്കുന്നത്, ഫാക്ച്വൽ എറേഴ്സ് വന്നിട്ടുണ്ടോ, ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം അബ്ദുൽ അലി മാഷിന് അതിന്റെ ഡ്രാഫ്റ്റ് എത്തിച്ചു കൊടുക്കുന്നു. അബ്ദുൽ അലി മാഷ് അതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 12 സ്ഥലത്ത് അദ്ദേഹം ചില തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു കോപ്പി എഡിറ്റിംഗ് ശരിക്കും നടത്തിയ അബ്ദുൽ അലി മാഷ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടി ആ പ്രദേശത്തുണ്ടായിരുന്ന, മലപ്പുറം കോഴിക്കോട് പ്രദേശത്തുണ്ടായിരുന്ന യുക്തിവാദികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം പശ്ചാത്തലത്തിലുണ്ടായിരുന്ന അതുവരെ വെളിയിലേക്ക് വരാതിരുന്ന യുക്തിവാദികൾക്ക് ധൈര്യം കിട്ടിയ സമയത്ത് ഒട്ടേറെ ആൾക്കാർ പുതുതായി രംഗത്തേക്ക് കടന്നു വരികയാണ്. അബ്ദുള്ള മേപ്പയൂർ ഒരു ഉദാഹരണം. ഡോക്ടർ ഇ വി ഉസ്മാൻ കോയ അന്ന് നമ്മൾ ഇന്ത്യൻ ഡിസീസ് പബ്ലിഷേഴ്സ് തുടങ്ങി ആദ്യത്തെ പുസ്തകം ക്രിസ്തു കൃഷ്ണൻ ജീവിച്ചിരുന്നില്ലാണ്. രണ്ടാമത്തെ പുസ്തകം ഖുറാൻ ഒരു വിമർശന പഠനമാണ്. അപ്പോൾ പിന്നീട് ഭഗവത്ഗീത വരുന്നു, വേദങ്ങൾ വരുന്നു, അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഇ വി ഉസ്മാൻ കോയ അദ്ദേഹം കുറേ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടി എനിക്ക് അയച്ചു തരുന്നു. അത് ആരാണ് അയച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അബ്ദുൽ അലി മാഷ് തന്നെയാണ് അയച്ചതെന്ന് എൻ്റെ വിചാരം. അത് ഉസ്മാൻ കോയയുടെ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് രണ്ടാമത്തെ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ വരുന്ന ആദ്യത്തെ പുസ്തകം ഖുറാൻ വിമർശന പഠനം, രണ്ടാമത്തെ പുസ്തകം ഡോക്ടർ ഇ വി ഉസ്മാൻ കോയയുടെ പുസ്തകമാണ്. അപ്പം അത് വന്നു. അപ്പോ സെയ്ദ് നമ്മളുമായിട്ട് വളരെ ഇന്റൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 കൊല്ലോ 2 കൊല്ലം കൂടെ കഴിയുമ്പോഴാണ് യുക്തിവാദ സംഘത്തിൽ ഒരു പിളർപ്പുണ്ടാകുന്നത്, 2 സംഘടനയായിട്ട് മാറുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ട് സെയ്ദ് ഇന്ത്യൻ റൈറ്റേഴ്സ് അസോസിയേഷന്റെ കൂടെ നിന്നു എന്ന് മാത്രമല്ല, 85 ഒരു വലിയ ഒരു ജാഥ അന്ന് നടക്കുന്നുണ്ട്. ഇടമറുക് നേരിട്ട് നേതൃത്വം കൊടുത്ത ഒരു കേരളം ഒട്ടാകെ കടന്നു പോകുന്ന ഒരു വാഹന ജാഥയുണ്ട്. ആ ജാഥയിൽ അന്ന് 6 7 പേര് അതിനകത്ത് കൂടെ പങ്കെടുക്കുന്നുണ്ട്. അബ്ദുൽ അലി മാഷ് അതിനകത്ത് ആദ്യാവസാനം ഉണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സൈനുദ്ദീൻ മാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി, അടുത്ത കാലത്ത് ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയ സൈനുദ്ദീൻ മാഷ്. അതുപോലെ തന്നെ ഈ ആനക്കയും സെയ്ദ് മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പത്നി സുഹറ, ഈ അബ്ദുള്ള മേപ്പയൂർ തുടങ്ങിയവരൊക്കെ അത് നോക്കൂ, മലബാറിൽ നിന്നുള്ള അതിനകത്തൊരു 5-6 പേര് എക്സ് മുസ്ലിം പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. അവരുടെ പേരൊന്ന് എക്സ് മുസ്ലിം എന്നല്ല, അവരെല്ലാം ഇസ്ലാം മതം വിട്ടുവന്ന യുക്തിവാദികളാണ്. അവരെല്ലാം ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യ അവസാനം ഏതാണ്ട് 1 മാസത്തോളം നീണ്ടുനിന്ന ഒരു യാത്രയാണ്. ഓരോ സ്ഥലത്തും എത്തുന്നു, അവിടെയുള്ള മീറ്റിങ്ങുകൾ കഴിയുന്നു, അവിടെ എല്ലാവരും കൂടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നു, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ആ എല്ലാ സ്ഥലത്തും, കേരളത്തിലെ എല്ലാ സ്ഥലത്തും നേരിട്ടെത്തി മീറ്റിങ്ങുകൾ നടത്തുന്ന ഒരു സംഭവമാണ്. ചിലയിടത്തൊക്കെ വളരെ ഇതിന് എതിർപ്പുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മൂവാറ്റുപുഴയിലെ മുസ്ലിം കേന്ദ്രങ്ങൾ, ഈരാറ്റുപേട്ടയിലൊക്കെ വലിയ, പ്രത്യേകിച്ച് മുസ്ലിം ഭാഗത്ത് നിന്നാണ് വലിയ എതിർപ്പുകൾ വരുന്നത് ഖുറാൻ വിമർശന പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെ ഒരു ജാഥയിൽ സെയ്ദ് ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആ ജാഥയിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് ഡൽഹിയിലാണ്. പക്ഷെ ജാഥയുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പൊ പല കാര്യങ്ങളും സെയ്ദ്, അപ്പൊ ഞാനുമൊക്കെ ആയിട്ട് വളരെ സജീവമായ കോണ്ടാക്ട് ഉണ്ട്, എഴുതുന്നുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളുടെ ചുമതല ഞാൻ വഹിച്ചിരുന്നത് കൊണ്ട് മലബാറിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ജോലി അന്ന് സെയ്ദ് ഏറ്റെടുക്കുന്നുണ്ട്. ആ സമയത്ത്
സെയ്ദ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുക്കുകയാണ്. അന്ന് നമ്മുടെ ശ്രീനി പട്ടത്താനമാണ് ഈ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ കേരള കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി കിട്ടി. ഇപ്പൊ അന്ന് മുഖപത്രമായിട്ട് നമ്മൾ രണരേഖ എന്ന് പറഞ്ഞൊരു മാസിക നടത്തും. ഈ കേരളത്തിലെ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ മുഖപത്രമായിട്ട് നടത്തുന്ന മാസിക. അപ്പൊ അത് ശ്രീനിയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ശ്രീനിക്ക് അത് സ്വന്തം പേര് നടത്താൻ നിവൃത്തിയില്ല, അദ്ദേഹത്തിന് സാധിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം വന്നു. അപ്പൊ ഇത് എവിടെ ആരിത് പ്രസിദ്ധീകരിക്കും എന്നുള്ള ഒരു ചർച്ച വരുന്ന സമയത്ത് ഇന്ന് സെയ്ദ് എനിക്ക് എഴുതുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാമെങ്കിൽ, എഡിറ്റിംഗ് കാര്യങ്ങളിലൊക്കെ ഒന്ന് ചെറിയൊരു സഹായം കിട്ടുമെങ്കിൽ ഞാനത് ഇവിടെ നിന്ന് ആനക്കയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറയാണ്. ദാറ്റ് വാസ് എ സർപ്രൈസിങ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് സാമ്പത്തികമായി ഇത്തരം ഒരു മാസികയ്ക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല, നഷ്ടമേ മാസം തോറും ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അതൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിന് എന്ത് നഷ്ടം വന്നാലും അത് ഞാൻ വഹിച്ചോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് 2000-3000 കോപ്പി അടിക്കുന്ന ഒരു മാഗസിനാണ്. ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ അന്നത്തെ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്നത്തേതുപോലെ നമുക്ക് ഈ ഇലക്ട്രോണിക് മീഡിയ ഇല്ലാത്തൊരു കാലമാണെന്ന് ഓർക്കണം. ഈ മാസിക വളരെ ആക്റ്റീവായിട്ട് ആ ജോലി അത് നിർവഹിച്ചിരുന്ന ഒരു സംഗതിയാണ്. അത് ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം ആ മാസിക നടത്തിയത് ഈ സെയ്ദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ്. അദ്ദേഹമായിരുന്നു അതിന്റെ പത്രാധിപർ. അപ്പൊ അത് സെയ്ദ് മുഹമ്മദ് തന്നെ അതേക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു പിക്ചർ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രൈറ്റ് ഫ്രം ഹിസ് ഓൺ ആർട്ടിക്കിൾ അദ്ദേഹം എഴുതുകയാണ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, അത് 1969-72 ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഖുറാൻ ഒരു ദൈവിക വേദഗ്രന്ഥമാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചു. എന്നാൽ എൻ്റെ റൂംമേറ്റ് ഒരു കുട്ടിസഖാവും വൈരുദ്ധ്യാത്മക ഭൗതികവാദിയും ആയിരുന്നു. പുള്ളിക്കാരൻ അന്ന് വാങ്ങിയിരുന്ന ചിന്താവാരികയിൽ EMSന്റെ ചോദ്യോത്തര പങ്ക്തി ഉണ്ടായിരുന്നു. EMSന്റെ ദൈവനിഷേധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും. മുൻവിധിയുള്ള ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും ഒരു ദൈവനിഷേധിയാകുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവൊന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഒരിക്കൽ സംവാദത്തിനിടയിൽ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ നിഷ്പക്ഷമായി ഖുറാൻ പരിഭാഷ വായിക്ക്, എന്നിട്ടാവാം നമ്മുടെ സംവാദം. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. മുൻവിധി ഇല്ലാതെ അതിനെ ഖുറാൻ വായിക്കാൻ തുടങ്ങി. വായിക്കും തോറും ഖുറാനിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദൈവിക കൃതിയാണ് ഈ ഖുറാനെങ്കിൽ അതിലൊരു ന്യൂനതയും ഗോത്ര നിയമങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകില്ലെന്ന് എനിക്കൊടുവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു. തുടർന്നാണ് A.T. കോവൂറിന്റെയും ഇടമറുകിന്റെയും യുക്തിവാദി ലേഖനങ്ങൾ കാണാനിടയായത്. അതെന്നെ ഒരു പൂർണ്ണ യുക്തിവാദിയായി മാറ്റി. ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഗ്രന്ഥങ്ങളിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയങ്ങൾക്കെതിരെയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ആ പുസ്തകത്തിൽ തന്നെ ഞാൻ കുറിച്ചു വെച്ചു തുടങ്ങി. പിന്നീട് അതെല്ലാം കളക്ട് ചെയ്ത് ഒരു ലേഖനം പടച്ചുണ്ടാക്കി വിട്ടു. ഞാനത് വെറുതെ ഇടമറുക് സാറിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് എഡിറ്റ് ചെയ്ത് കൊല്ലത്ത് നിന്ന് അക്കാലത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന രണരേഖയ്ക്ക് അയച്ചു കൊടുത്തു. വിവരത്തിന് എനിക്ക് എഴുതി. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന രണരേഖ മാസികയിൽ സെയ്ദിന്റെ ലേഖനം തുടർ ലേഖനമായി വരും, മാസിക വരുത്തുക. ഇടമറുക് സാറിന്റെ ആ കത്ത് എനിക്ക് വലിയ സന്തോഷവും ആവേശവും ഉണ്ടാക്കി. എൻ്റെ ഒരു ലേഖനം ആദ്യമായിട്ടാണ് ഒരു യുക്തിവാദി മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് കോളേജ് മാഗസിനിൽ ചിലത് വന്നിരുന്നെങ്കിലും എന്നെ ഒരു എളിയ ലേഖകനാക്കി മാറ്റിയത് എൻ്റെ ഗുരുവായ ഇടമറുക് സാർ തന്നെയാണ്. ആ ബന്ധം മൂലമാണ് യുക്തിവാദി സംഘത്തിൽ തന്നെ പ്രവർത്തിക്കാൻ എനിക്ക് പ്രചോദനം കിട്ടിയത്. മാർക്സിസത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ച് കേരളത്തിലെ ചില യുക്തിവാദികൾ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഇടമറുക് സാറിനോടൊപ്പം നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചതിന്റെ കാരണവും അതാണ്. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിനോട് യോജിക്കാത്ത യുക്തിവാദി നേതാക്കൾ പോലും അദ്ദേഹം മരിച്ചപ്പോൾ ഇടമറുക് സാർ ഒരു സമരോത്സുക യുക്തിവാദിയാണെന്ന് തുറന്നു പറയാൻ തയ്യാറായതും അദ്ദേഹത്തിന്റെ ധീരമായ നിലപാട് കൊണ്ട് തന്നെയാണ്. കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം ആരെയും ഭയന്നിരുന്നില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1987 നടത്തിയ യുക്തിവാദി സംഘത്തിന്റെ പ്രചരണ ജാഥയിൽ ഞാനും പങ്കാളിയായിരുന്നു. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച രണരേഖ മാസിക പിന്നീട് ഞാൻ ഏറ്റെടുത്ത് നടത്തി. ഇതിലേക്ക് അയച്ചു തന്നിരുന്ന ഇടമറുകിന്റെ യാത്രാ വിവരണങ്ങളൊക്കെ എന്നെ സംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. യുക്തിവാദ പ്രചരണങ്ങൾക്കായി ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഇവിടെ എത്ര പേരുണ്ട്. അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹം മരിച്ച സമയത്ത് എഴുതിയൊരു ലേഖനമാണ്. അദ്ദേഹത്തിന്റെ മരണം യുക്തിവാദി പ്രസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമാണ്. മതങ്ങളെപ്പറ്റിയും ഭൗതിക ദർശനങ്ങളെപ്പറ്റിയുള്ള ഇടമറുക് സാറിന്റെ അറിവ് അദ്ദേഹത്തെ
ഒരു പ്രസ്ഥാനം തന്നെ ആക്കി അങ്ങനെ തുറന്നു പോവുകയാണ്. അപ്പം പിന്നെ പറയാണ്, ഉത്കൃഷ്ട ഗ്രന്ഥങ്ങൾ സംഭാവന നൽകി പ്രസിദ്ധ സാഹിത്യകാരനും ചിന്തകനുമായ ശ്രീ ആനന്ദ് അഭിപ്രായപ്പെട്ടതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂട്ടത്തോടെ തിരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇണമറുകിന്റെ യുക്തേന്ത്യയുടെ പ്രസക്തി ഏറുക തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം കടന്നു വന്ന ആ ഒരു പീരിയഡ് 72-73 എന്നൊക്കെ പറയുന്ന ഒരു പീരീഡിലേക്ക് വരികയും ഒരു 83 ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം ശക്തമായി രംഗത്തേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രണ്ടാമതൊരു സമീപനം കൂടി ഓർക്കണം. ഈ പറയുന്ന നിലപാടുകൾ, അദ്ദേഹം പറയുന്ന ഇസ്ലാം മത വിമർശനം, വളരെ ശക്തമായി എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് നടത്തുന്ന വിമർശനം അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് അവിടെ സ്വീകരിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരവ് അവിടെ നിന്നാണെങ്കിലും. മാത്രമല്ല, അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പലപ്പോഴും ഈ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത വന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നതായി കാണാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ നിലപാടുകളോ പ്രസിദ്ധീകരിക്കാൻ മെയിൻ സ്ട്രീം മാസികകളൊന്നും തയ്യാറാകുന്നില്ല. അദ്ദേഹം തന്നെ ചെറിയ ലേഖനങ്ങൾ എഴുതുന്നു. യുക്തിവാദ മാസികകളിലാണ് കൂടുതലായിട്ടും പ്രസിദ്ധീകരിക്കുന്നത്. ഏറെയും വന്നിട്ടുള്ളത് രണരേഖയിലാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കൂടുതലായും വന്നിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിൽ ചിലതൊക്കെ തന്നെ കളക്ട് ചെയ്ത് 2-3 പുസ്തകങ്ങളായി ഇന്ത്യൻ ഹദീസ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചേകന്നൂർ മൗലവിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം മലപ്പുറത്ത് വെച്ച് തന്നെയാണ് എൻ്റെ ഉദ്ഘാടനം നടന്നത്. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ദീർഘവും സജീവവുമായ ഒരു പ്രവർത്തന മേഖല അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്ഷയിച്ചു വരികയായിരുന്നു. അപ്പൊ അങ്ങനെ ക്ഷയിച്ചു വരികയായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. 40-45 കൊല്ലക്കാലം ഡയബറ്റീസിനെ അതിജീവിച്ച് കൃത്യമായി മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് അതിനെ അതിജീവിച്ചും കൃത്യമായ ചിട്ടയോടുകൂടി തന്നെ അതിനെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. മോഡേൺ മെഡിക്കൽ സയൻസിനെ കൃത്യമായി ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളെ നേരിടാൻ അദ്ദേഹത്തിന് വളരെ എഫിഷ്യന്റ് ആയിട്ട് കഴിഞ്ഞിരുന്നു. 80കളിലെത്തി അദ്ദേഹം മരണത്തേക്ക് നേരിടുമ്പോൾ അദ്ദേഹത്തിന് അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ ആർത്രൈറ്റിസ്, അതുമായി ബന്ധപ്പെട്ട വേദന, അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ പല രോഗങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു അവസാന കാലമായപ്പോഴേക്കും. അപ്പൊ അതിനകത്ത് ഇനി നമുക്ക് ഈ സാധാരണഗതിയിൽ സെയ്ദ് മുഹമ്മദിനെ പോലെയുള്ള ഒരു ശക്തനായ ഒരു വ്യക്തി യുക്തിവാദി പ്രസ്ഥാനത്തെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ, ഒരു പ്രതികൂലമായ സ്ഥലത്ത് എല്ലാവിധ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട്, അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ കുറച്ചു പേരുണ്ട് അല്ലെ, 2-3 പേര് നമുക്ക് വളരെ പ്രസ്പഷ്ടമായ ഒരു സമീപനമുള്ള 3-4 പേര് അവിടെ നമുക്കുണ്ട്. ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന 3-4 പേര്. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന പേര് അബ്ദുൽ അലി മാഷിന്റെ പേര് തന്നെയാണ്. അദ്ദേഹം ഒരു കരുത്തായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ ജബ്ബാർ മാഷ് ഈ സമയത്ത് രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതത്തിന്റെ വളരെ വോക്കലായിട്ടുള്ള ഒരു വിമർശകനായി വരികയും ഖുർആൻ നിരന്തരമായി അതേക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതുകയും പഠിക്കുകയും കേരളത്തിൽ നിന്ന് ഏറ്റവും നിരന്തരമായി ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പേരുകൾ നമുക്ക് പറയാറുണ്ട് ഇല്ലേ. പിന്നെ ഇപ്പോഴും നമുക്ക് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള 2-3-4 പേരുകൾ വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആരിഫ് ഹുസൈൻ വളരെ ആക്റ്റീവായിട്ട് വിമർശിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇസ്ലാം മതത്തിനകത്തുള്ള റിലീജിയസ് കണ്ടന്റ് മാത്രമല്ല, അദ്ദേഹം മറ്റു പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ പോലും ചില സമയത്ത് എടുക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ലിയാഖത്ത് അലി വളരെ ആക്റ്റീവായിട്ട് ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് ഇവർക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ജനറേഷൻ ആൾക്കാരാണ്. പക്ഷെ ഇവരൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് രംഗത്ത് വരികയും അതിനുവേണ്ടി ശക്തമായി മുന്നോട്ട് ഇത് കൊണ്ടുപോവുകയും അന്നത്തെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരാള്, അദ്ദേഹത്തിന്റെ ജീവിതം സാർത്ഥകമായി എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയ ഒരു വിഷമം കൂടി ഒന്ന് പറയാനുണ്ട്. അത് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ജബ്ബാർ മാഷുമായിട്ടുള്ള ഇന്റർവ്യൂ തന്നെയാണ്. അത് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ള സംഗതിയാണെങ്കിൽ പോലും ആ ഇന്റർവ്യൂവിൽ അത് വളരെ എടുത്തു തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മരിച്ചാൽ എന്ത് ചെയ്യാ? ബോഡി ഞാൻ മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ടല്ലോ, എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തു പറഞ്ഞാൽ അത് അവകാശികളായിട്ടുള്ള ആൾക്കാർ അത് ഏർപ്പാട് ചെയ്യും കൂടെ വേണം. പക്ഷെ അത് പിന്നെ ഞാൻ മക്കളേറ്റൊക്കെ പിന്നെ നല്ല ടേംസിലൊക്കെ അവരിൽ നിന്നൊക്കെ സാക്ഷ്യപത്രം വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ജബ്ബാർ മാഷ് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ
അങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരല്ലോ, നിങ്ങളുടെ മറ്റാൾക്കാരെ, അനന്തരാവകാശികളായ ആൾക്കാരോടൊക്കെ പറയണ്ടേ, എന്നാലല്ലേ നടക്കുള്ളൂ. അപ്പൊ അവരെയൊക്കെ ഞാൻ ചട്ടം കെട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അതുകൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ്. ഇന്ന് ഞാൻ അബ്ദുൽ അലി മാഷെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതിൽ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ രണ്ടു വശത്തുമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളുടെ വിവാഹം കഴിച്ച ബന്ധുക്കളും ഒക്കെ അടങ്ങുന്നതായിരിക്കണം ഈ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ട് പള്ളിയിൽ അടക്കിയാൽ മതി എന്ന് തീരുമാനിച്ച് അവിടെ ഒരു മുസ്ലിം ശ്മശാനത്തിൽ അടക്കി എന്നാണ് അതിനകത്ത് കാണുന്നത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ എവിടെ അടക്കിയാലോ ഒന്നും ഒരു സംഭവമില്ല, ഒരു പ്രത്യേകിച്ച് അയാൾക്കൊരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല. അത് ഏത് കുഴിയിൽ കൊണ്ടിട്ടാലും കത്തിച്ചു കളഞ്ഞാലും, അത് പാർസികൾ ചെയ്യുന്നത് പോലെ അത് പക്ഷികൾക്ക് ഭക്ഷിക്കാൻ കൊടുത്താലും ഒക്കെ മൃതദേഹത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പൊതുവേ തന്നെ യുക്തിവാദികൾ എടുക്കുന്ന ഒരു നിലപാട്, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി അത് പരമാവധി യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സമീപനം പല യുക്തിവാദികളും എടുക്കാറുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്നാൽ സെയ്ദ് ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഒരു മെഡിക്കൽ കോളേജിന് കൊടുക്കാനും കണ്ണുകൾ 2 അന്ധർക്ക് കിട്ടാനും ശരീരം പ്രയോജനപ്പെടുത്തുമെങ്കിൽ അത് മെഡിക്കലായിട്ടുള്ള പർപ്പസസിന് വേണ്ടി പ്രയോജനപ്പെടുത്താനും ഒക്കെ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് എനിക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അതിൻ്റെ ഒരു കോപ്പി തന്നെ എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം, അദ്ദേഹത്തിന്റെ ആവശ്യപ്പെടുന്ന സംഗതി. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹ സംസ്കരണം നടന്നത്. പക്ഷെ ഞാൻ അതിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ശ്രമിക്കുന്നില്ല, അതിന് കാര്യവുമില്ല. കാരണം ഈ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കമ്പൽഷൻസും അവരുടെ ആ സമയത്ത് ഇമോഷണൽ ക്രൈസിസൊന്നും ബാഹ്യമായി നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. അവരെന്ത് ആഗ്രഹിച്ചാലും പലപ്പോഴും ഈ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാവുന്ന മറ്റുള്ള വൾണറബിലിറ്റി അവിടെ പലപ്പോഴും ഉണ്ടായി എന്ന് വരാം. ഞാൻ മറ്റൊരു ആളുടെ ഒരു മരണശേഷം ഉണ്ടായ സംഗതി കൂടെ പറയാം. ഡോക്ടർ PV വേലായുധൻ പിള്ള. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസർ ആയിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി സെൻട്രൽ. അദ്ദേഹം യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ആദ്യം അൺഡിവൈഡഡ് യുക്തിവാദി സംഘത്തിന്റെ കലാനാഥൻ ആദ്യം ജനറൽ സെക്രട്ടറി ആവുന്ന 1976 അദ്ദേഹത്തോടൊപ്പം പ്രസിഡന്റ് ആയിട്ട്, അന്ന് ഇടമറുകെ നോമിനേറ്റ് ചെയ്യുന്ന 2 പേര്, ഒന്ന് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ PV വേലായുധൻ പിള്ളയും ജനറൽ സെക്രട്ടറി ആയിട്ട് കലാനാഥനെയുമാണ്. അപ്പം ആ ഡോക്ടർ PV വേലായുധൻ പിള്ള പിന്നീട് അദ്ദേഹം ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മിശ്ര വിവാഹിതനാണ്. അദ്ദേഹത്തിന്റെ പത്നി ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. 2 പേരും യുക്തിവാദികൾ തന്നെയാണ്, മതം അനുഷ്ഠിക്കാതെ ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം എത്തുകയാണ്. അവിടെ ഇമോഷണലി കംപ്ലീറ്റ് ആയിട്ട് അപ്സെറ്റ് ആയി പോയ അപ്രതീക്ഷിതമായൊരു മരണമാണ്. തകർന്നു പോയ അദ്ദേഹത്തിന്റെ പത്നി അവിടെ നിസ്സഹായായി നിൽക്കുമ്പോൾ മറ്റുള്ളവർ മുൻകൈ എടുക്കുകയാണ്. ഇത് മതപരമായ ചടങ്ങോടുകൂടി അവിടെ ഒരു ചിതയൊരുക്കി അവിടെ പൂജാരിയൊക്കെ വിളിച്ച് നടത്തണം എന്നവർ തീരുമാനിക്കുന്നു. അതിന് ഇവരെ എതിർപ്പ് പറയുന്നുണ്ട്, ദുർബലമായ ഒരു എതിർപ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആർക്കും അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു അവസരം പോലും ആയിരുന്നില്ല എന്ന് വേണം പറയാം. അവിടെ യുക്തിവാദികളായ എബി തുടങ്ങിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പോലും അതിനകത്തൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രിഡോമിനന്റ് ഇൻഫ്ലുവൻസ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി, അദ്ദേഹത്തിന്റെ മറ്റു റിലേറ്റീവ്സിന്റെ ഭാഗത്തുണ്ടായി. തകർന്ന മാനസികാവസ്ഥയോടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പത്നിക്കുൾപ്പെടെയുള്ളവർക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റിയില്ല. അവർ അങ്ങനെ തന്നെ നടത്തി അങ്ങനെ ഒരു വിവാഹം. അതൊരു ക്രൂരതയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരാൾ ആഗ്രഹിക്കുന്ന, അയാളുടെ മരണശേഷം എങ്ങനെയായിരിക്കണം അതിന്റെ ഫ്യൂണറൽ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അതിനുശേഷം ചെയ്യേണ്ടതെന്നുള്ളത്, അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രധാനപ്പെട്ട സംഗതിയല്ല. കാരണം ആ വ്യക്തി അത് അറിയുന്നില്ല, കാരണം അതൊരു മൃതദേഹം മാത്രമാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് അത് എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് പലപ്പോഴും ആ മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ, തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ, ഇമോഷണലി ഹാൻഡിൽ ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിൽ ഇതിന് കൃത്യമായി ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ശഠിക്കുന്ന ആൾക്കാർ അതിന് മുൻകൈ എടുത്തങ്ങ് ചെയ്തു പോകുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം, അല്ലേ? നമുക്കറിയാം അബ്ദുള്ള മേപ്പൂർ മരിച്ചപ്പോഴും ഇത് തന്നെ ഉണ്ടായി. അപ്പൊ ഇത് അതിനാ കുടുംബത്തെയോ അതിനകത്ത് ബന്ധപ്പെട്ട മറ്റാൾക്കാരെയും കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ഒരു പരിഹാര മാർഗം ഉണ്ടാകണം എന്നതിലേക്കാണ് എൻ്റെ
ചിന്ത ഇക്കാര്യത്തിൽ പോകുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന മട്ടിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ മരിച്ചതിന് ശേഷമാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ഉണ്ടാകേണ്ട ആവശ്യം വളരെ വലുതാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. പ്രാദേശികമായി നമുക്ക് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സിറ്റി ഫ്യൂണറൽസ് എല്ലായിടത്തും ഉണ്ട്. ഇനി പ്രൈവറ്റ് ഈ ചർച്ചൊക്കെ ഓൺ ചെയ്യുന്ന ഫ്യൂണറൽസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ നോൺ റിലീജിയസ് ആയിട്ട് നടത്തേണ്ട ആൾക്കാർക്ക് അങ്ങനെ നടത്താനുള്ള അവകാശമുണ്ട്. ഇഫ് യു പേ റെന്റ് അത് നടത്തണം. അവിടെ ഒരു പുരോഹിതൻ പോലും വരാൻ പോലും പറ്റുകയില്ല. അങ്ങനെയൊക്കെയുള്ള ചില സംവിധാനമുണ്ട്. ഫിൻലൻഡിൽ തന്നെ ഞാനത് എഴുതിയിട്ടുമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായ ഒരാൾ, ഒരു ഫിൻലൻഡ് കാര്യ കല്യാണം കഴിച്ച് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗമൊക്കെ വന്ന് മരിച്ചു പോകുന്നു. മരിച്ചു കഴിയുമ്പോൾ ഫ്യൂണറൽ, അദ്ദേഹം ഒരു എത്തീസ്റ്റാണ്, കൃത്യമായും അവിടുത്തെ റാഷണലിസ്റ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആളാണ്, നമ്മളോട് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ നടത്താനായിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ ഫ്യൂണറൽ ഹോം ഉണ്ട്. അതാണ് വാടകയ്ക്ക് എടുക്കുന്നത്, ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ചിന്റെ സംഗതി. പക്ഷെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ആർക്കും ഈ സർക്കാർ ഒരു 2% ടാക്സ് സർക്കാരിന്റെ സർവീസ് വഴി അവർക്ക് കൊടുക്കുന്നു ഉള്ളതുകൊണ്ട് ആ സർവീസ് അവർക്ക് എല്ലാവർക്കും ലഭ്യമായിരിക്കണം. ഒരു ഏതെങ്കിലും മതവിഭാഗത്തിൽ പെടുന്നവർക്കോ പെടാത്തവർക്കോ വേണ്ടി അത് മാറ്റി നിർത്താൻ പറ്റുകയില്ല. ഒരു കട വെച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് സർവീസ് കൊടുക്കുള്ളൂ എന്ന് പറയാൻ പറ്റുകയല്ലോ. അങ്ങനെ ചെയ്താൽ ആ കടയുടെ ലൈസൻസ് പോവുകയല്ലേ. അതുപോലൊരു സംഗതി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എത്തീസ്റ്റിനോ റാഷണലിസ്റ്റിനോ ഹ്യൂമനിസ്റ്റിനോ ആർക്ക് വേണമെങ്കിലും ഏത് ഇത്തരം ഫ്യൂണറൽ ഹൗസസിന്റെയും സഹായം തേടാം. അവിടെയുള്ള സർവീസസ് വാടകയ്ക്ക് എടുക്കാം. വളരെ നിസ്സാര തുക, 300 യൂറോ മറ്റോ ചാർജ് ഉള്ളൂ. അങ്ങനെ ചെയ്യാവുന്ന ഒരു രീതി ഇന്നത്തെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു സൗകര്യത്തിന് സമാന്തരമായി നമുക്കൊന്ന് കേരളത്തിലുണ്ട്. എന്താ പറയുക, നമ്മുടെ ഈ പൊതു ശ്മശാനങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതല്ലെങ്കിൽ വീടുകളിൽ തന്നെ പലപ്പോഴും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന രീതിയുണ്ട്. അപ്പം അവിടെ ഇത്തരം സൗകര്യങ്ങളൊന്നും എത്തിച്ചേരുന്നില്ലെങ്കിൽ വീടുകളിൽ തന്നെ നമുക്ക് മൃതദേഹ സംസ്കാരത്തിന് സ്ഥലമുള്ളവരാണെങ്കിൽ ചെയ്യാൻ വഴിയുണ്ട്. അവിടെ പുരോഹിതന്മാരെ മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്താൻ ഉള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു പാഠം നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫർട്ട് ഉണ്ടാകണം. ഇപ്പം ചില പ്രാദേശികമായ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ അങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ബോഡി ഡൊണേഷൻ വേണ്ടി കോതമംഗലത്ത് നമ്മുടെ ശാന്തിയും ശിവനും എല്ലാം കൂടി കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ബിയോണ്ട് ഓർഗനൈസേഷൻസ്, ഈ സംഘടനാപരമായ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട്, ഡെസ്പൈറ്റ് ഹാവിങ് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്, നമ്മൾ എല്ലാ സ്ഥലത്തും യുക്തിവാദികൾക്ക് വേണ്ടി മാത്രമല്ല നോൺ റിലീജിയസ് ആയിട്ട് ഫ്യൂണറൽസ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ സൗകര്യങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നില്ല. അവിടെ പൊതു ശ്മശാനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഫെസിലിറ്റീസ് അതിനുവേണ്ടി എല്ലാവർക്കും ലഭ്യമാകണം. യുക്തിവാദി സംഘങ്ങളുമായി ബന്ധപ്പെടാത്ത നാസ്തികരുണ്ട്, അവിശ്വാസികളുണ്ട്, അല്ലേ? അവർക്കാണെങ്കിലൊക്കെ എല്ലാവർക്കും ഇത് ലഭ്യമാകണം. ഇനി ഒരാൾ വിശ്വാസിയാണെങ്കിൽ പോലും ഒരു നോൺ റിലീജിയസ് ഫ്യൂണറലാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാകണം. ആ ഫെസിലിറ്റി ഉറപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ചും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പ്രാദേശികമായിട്ട് ഇത് ചെയ്യുക. ആ ഫെസിലിറ്റി ലഭ്യമാക്കുന്നതിന് പലപ്പോഴും ആൾക്കാർ, ബന്ധുക്കളൊക്കെ, നമ്മുടെ അടുത്ത ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അതിന് ഒരു കളക്റ്റീവായിട്ട് ഒരു പോയിന്റിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഹെൽപ്പ് കിട്ടും, അതിനുള്ള നിയമ ഉപദേശം കിട്ടും, പ്രായോഗിക ഉപദേശങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഒരു സംഗതി ഉറപ്പാക്കാനായിട്ട് ഒരുപക്ഷെ ഈ സമാന ചിന്താഗതിയുള്ള എല്ലാ സംഘടനകളും കൂടി ഒന്നിച്ചിട്ട് ഒരു കളക്റ്റീവ് എഫർട്ട് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഈ പരസ്പരം ആരോഗ്യകരമായി ആര് മെച്ചപ്പെട്ടതാകുന്നുള്ള നിലയിൽ മത്സരിച്ച് നമ്മൾ പല സംഘടനകളായി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ കോമൺ ഗോൾസിന്റെ കാര്യത്തിൽ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പൊതു താല്പര്യത്തോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അത് ഈ സെയ്ദ് മുഹമ്മദിന്റെ ഈ അനുഭവം നമുക്ക് അതൊരു പാഠമാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ആഗ്രഹിച്ച മട്ടിൽ ജീവിക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ജീവിതത്തെ സന്തോഷകരമായും ധീരമായി നേരിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാത്തരം എതിർപ്പുകളെയും ഒരു നിസ്സാരമായ ചിരിയോടുകൂടി നേരിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം മനസ്സിലാക്കിയ ജീവിത സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ സാധിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം സാർത്ഥകമാണ്. ഒരു സക്സസ്ഫുൾ ലൈഫ് കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്മരണ ഒട്ടേറെ ആൾക്കാർക്ക് പ്രചോദകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്മരിക്കുന്നു. ഇനി അദ്ദേഹവുമായി പരിചയമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ ഉള്ളവർക്ക് അവരുടെ നിലപാടുകളോ അഭിപ്രായങ്ങളോ പറയണമെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണം. എനിക്ക് ശ്രീ സെയ്ദിന് ഓർമ്മയുള്ളത് കൊല്ലം UP സ്കൂളിൽ വെച്ചുള്ള മീറ്റിംഗിൽ
ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ. അത് 90കളിൽ വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. വളരെ ശബ്ദം വളരെ അടുത്ത് നിന്നാലും നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അദ്ദേഹത്തെ എപ്പോഴും ഒരു എന്തിനേയും വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നേ, അദ്ദേഹത്തെ അതൊന്നും ബാധിക്കില്ല. എത്ര കഠിനമായ കാര്യങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തെ അതൊന്നും ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഉള്ളിലുണ്ടായിരിക്കാം എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്ന, പക്ഷെ പ്രസംഗത്തിൽ അദ്ദേഹം വലിയ ഒരു കഴിവ് കാണിച്ചതായിട്ട് തോന്നില്ല. പക്ഷെ എഴുത്തിൽ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മയുള്ളത്. സൗഹൃദം വളരെയധികം സൂക്ഷിക്കുന്ന ആളായിട്ടും എനിക്ക് അനുഭവമുണ്ട്. അതിൽ കൂടുതൽ എനിക്കറിയില്ല. അടുത്തതായിട്ട് ആരാണ് സംസാരിക്കുന്നത്? ശ്രീ ബാലകൃഷ്ണൻ പുൽപ്പറ്റ സംസാരിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് അടുത്തൊരു വീട്ടിൽ പോയിരുന്നു. സാറ് പറഞ്ഞ കാര്യങ്ങളിൽ പകുതി കൂടുതൽ കാര്യങ്ങളിൽ ഞാനും ഭാഗമാക്കായിരുന്നു. ഇന്ന് അവിടെ പോകുമ്പോൾ ഉണ്ടാവുന്ന സ്ഥിതി എന്താന്ന് ചോദിച്ചാല്, അദ്ദേഹത്തിന്റെ മകൻ വക്കീല് ആണ് അതിനൊരു നേതൃത്വം കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ പറഞ്ഞതൊക്കെ അമ്മായിമാര്, അദ്ദേഹത്തിന്റെ പെങ്ങന്മാര് ടെയും പെങ്ങന്മാരുടെ കുട്ടികളുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ പോകുന്നതാണ്. 2-3 പേരോട് ഞാൻ ഒരു കാര്യം സംസാരിച്ചു. പേഴ്സണലായിട്ട് ഞാൻ പോയി കണ്ടു. പക്ഷെ മകൾ രേഖ അടുത്തുണ്ടെങ്കിലും ധാരാളം പർദ്ദാധാരികളും താടി വെച്ച ആളുകളും ഒക്കെ ഉള്ളതുകൊണ്ട് കയറി സംസാരിക്കാനുള്ള പ്രയാസം കൊണ്ടും അവിടെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ ഒരു സാമൂഹ്യ സ്ഥിതി കൊണ്ട് അവരോടും സോറാത്തയോടും സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായി പോയി. മേപ്പയൂരിനെ പോലെ തന്നെ ഇദ്ദേഹത്തിനും ഇങ്ങനെ വന്നതിൽ എന്തായാലും നമ്മൾ കുറെ കൂടി പ്ലാൻ ചെയ്ത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് മക്കൾക്ക് അതിനുള്ളൊരു താല്പര്യം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, സൈദാഖാനെ കുറിച്ച് പറഞ്ഞാൽ, സൈദാഖാൻ നമ്മൾ പറയുന്നത് കുഞ്ഞാക്ക എന്ന സൈദ് മുഹമ്മദ് ആനക്കയെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സൗമ്യനും ആരെയും വെറുപ്പിക്കാത്ത, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒരു നക്സലിന്റെ കേസ് വന്നിട്ട് ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹം നക്സൽ ആണെന്നുള്ളത് സൈദുക്കാർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. വേറെ യാദർശികമായിട്ട് പോലീസ് അന്വേഷണത്തിൽ വന്നപ്പോ പറഞ്ഞപ്പോ സൈദ് മുഹമ്മദ് നേരിട്ട് ചെന്നു സ്റ്റേഷനിൽ. ഇങ്ങനെ ഒരാള് പണിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു വന്നു, ഞാൻ വീട്ടിൽ നിർത്തി എന്നാ പറഞ്ഞു. പോലീസുകാർ അത് വിശ്വസിച്ചു. അദ്ദേഹം ഉടനെ പറഞ്ഞു, സൈദ് മുഹമ്മദ് ആണെങ്കിൽ അത് ശരിയായിരിക്കും, അദ്ദേഹം അങ്ങനെയാണ്. എന്തായാലും കൂടുതൽ അന്വേഷണം വന്നില്ല, മറ്റേ ആളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അത്രയും അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെട്ടവർക്ക് അറിയാം അത്രയും നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതിൽ വിഷമം ഉണ്ട്. വളരെ ഒരു മൂത്ത സഹോദരനെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. മരിക്കുന്നവരെ അതിനു മുമ്പും പല മീറ്റിങ്ങുകളും സനൽ സാറിന്റെ കൂടെ ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള എന്താ പറയുക, അദ്ദേഹത്തിന്റെ കുടുംബത്തില് ഉള്ള അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് വളരെ കുറച്ച് ആത്മ സുഹൃത്തുക്കൾ മാത്രമേ യുക്തിവാദ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. ആത്മ സുഹൃത്തുക്കൾ, യുക്തിവാദ ധാരാളം സുഹൃത്തുക്കൾ. ആത്മ സുഹൃത്തുക്കൾ എന്ന് പറയാനുള്ള വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞ ആനക്കയം സൈദ് മുഹമ്മദാണ്. 2 വർഷം മുമ്പ് എനിക്ക് അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ നടത്താൻ ഉള്ള അവസരം കിട്ടി. ചാനൽ 13.8 വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യണ്ടായി, കൊയിലാണ്ടി വെച്ചിട്ട്. അത് ഇന്ന് ഞാൻ വീണ്ടും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ചാനൽ 13.8 കയറിയാൽ കാണാവുന്നതാണ്. ഞാൻ ചാനലിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ചാനൽ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ പലരും അദ്ദേഹത്തെ നമ്മുടെ അബ്ദുള്ള മേപ്പയ്യരുമായിട്ട് കമ്പയർ ചെയ്യുന്ന കണ്ടു. പക്ഷേ കമ്പാരിസണിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം അബ്ദുള്ള മേപ്പയ്യ ഇദ്ദേഹം അനുഭവിച്ചുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അബ്ദുള്ള മേപ്പയ്യർ അനുഭവിക്കാൻ വന്നിട്ടില്ല. മാനസിക സമ്മർദ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോകുന്ന ഈ രീതിയിലായിരിക്കുമെന്ന് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉറപ്പായിരുന്നു. കാരണം സ്വന്തം മകളുടെ വിവാഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യനാണ് അദ്ദേഹം. മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം എന്നിട്ട് മകളോട് പറഞ്ഞു, മോളെ നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കിയല്ലോ എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് അദ്ദേഹം മൂത്ത മകനോട് പറഞ്ഞു, എനിക്കതാൽ നീ ഇത് നിക്കാതെ കൊടുക്കാൻ പറ്റില്ല, നീ ചെയ്യ്, ഞാൻ ചെയ്യില്ല. അങ്ങനെ മൂത്ത മകനാണ് നിക്കാതെ നടത്തി കൊടുക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബ പ്രശ്നത്തില് ഞാൻ വളരെ അടുത്ത സ്നേഹിതന്മാരാണ് ഞങ്ങള് ഒരു കുടുംബ പ്രശ്നം വന്നതെന്ന് വെച്ചാല് മൂത്ത മകൻ അദ്ദേഹം വിവാഹം കഴിച്ച ഒരു ഹിന്ദു സ്ത്രീയാണ്. ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ് സ്നേഹത്താകുന്നത്. കൂടെ പഠിച്ചിരുന്ന നിയമ വിദ്യാർത്ഥിനിയാണ്. പക്ഷേ ആനക്കയത്ത് എത്തിയ ശേഷം, വിവാഹം എല്ലാം കഴിഞ്ഞ ഒരു കുട്ടിയായ ശേഷം ഇദ്ദേഹത്തിന് മകന് പെട്ടെന്ന് തോന്നുകയാണ്, എനിക്ക് കേസ് കിട്ടണമെങ്കിൽ ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കണം. അത് ഭയങ്കര പ്രശ്നമായി മാറിയ കുടുംബത്തിനകത്ത്. എന്നോട് പറഞ്ഞു ഒന്ന് ഇടപെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഇടപെട്ടു. ഞാൻ ആ മകനോട് സംസാരിച്ചു. എന്നാലും വളരെ മഞ്ചേരിയിലെ ലീഡിങ് ഒരു അഡ്വക്കേറ്റ് ആണ്, അതും പറഞ്ഞുതരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേസ് കിട്ടണം, എനിക്ക് മറ്റൊന്നും പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നെങ്കിൽ യുക്തിവാദിയാണെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ വിശ്വാസിയാണെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കുക, ഏതെങ്കിലും ഒന്നും കുറച്ച് നിൽക്കുമെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് അദ്ദേഹം പിന്മാറി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മകളോട് അദ്ദേഹത്തിന് അങ്ങേറ്റം, അതായത് ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്നേഹിച്ചിരുന്ന മകളെയാണ്. അതേസമയത്ത് ആൺമക്കളോട് സ്നേഹം തന്നെയാണ്. അവർക്ക് വേണ്ടി അദ്ദേഹം ധാരാളം നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. കുറെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടാണ് അവരെ പഠിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ആ ഒരു എന്താ പറയാ, തിരിച്ച് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല. അവരിൽ നിന്നും വളരെ അദ്ദേഹം കാര്യങ്ങൾ അദ്ദേഹത്തിന് ബന്ധുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മോശമായ ഒരു പ്രതികരണമാണ് ഈ ആൺമക്കളിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. വളരെ മോശമായി. കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ പോരാ, മകൾക്ക് കൊടുത്തു, ആ വീടൊക്കെ മകൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കല കൊണ്ടൊക്കെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പ്രസ്ഥാനത്തോട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ വളരെ രസകരമായ ഒരു അവസ്ഥയിലാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ തനൂറും എന്ന് പറയുന്ന പുസ്തകം എനിക്ക് വായിക്കാൻ അവസരം കിട്ടി. ഞാൻ കോഴിക്കോട് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ എന്റെ എന്താ പറയാ, ഈ പേര് എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. ഒരിക്കൽ മഞ്ചേരി ടൗണിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ സുഹൃത്ത് വേറൊരു മാഷോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു ബൈക്ക് കയറി വളരെ സ്പീഡിൽ പോകുന്ന പോക്കില് എന്റെ കൂടെയുള്ള മാഷൊക്കെ ഒന്ന് കൈ കാണിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, അതാണ് ആനക്കയം ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അദ്ദേഹത്തിന് എനിക്കിത് ബന്ധപ്പെടണമല്ലോ. അങ്ങനെ അദ്ദേഹമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ് തരുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിന് കത്തെഴുതി, അദ്ദേഹത്തിന് കത്തിന് മറുപടി എഴുതി. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഞങ്ങള് എന്താ പറയാ, പിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. പിരിയാത്ത അതുപോലെ ഞങ്ങൾക്ക് എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് തുറന്നു പറയാൻ പറ്റിയ അത്രയും ആത്മമിത്രങ്ങളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ അങ്ങേയറ്റം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ് എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിനും അറിയാമായിരുന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ശരി, വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആർക്കും വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റിയൊരു മനുഷ്യൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ. ഇപ്പൊ നമ്മൾ അദ്ദേഹം ഇങ്ങനെ പരിപാടി ഉണ്ട്, അങ്ങനെ ഉണ്ട്, നിങ്ങൾ ഇത്ര പൈസ തന്നാൽ മതി, ഞാൻ അങ്ങനെ. പുള്ളി റെഡിയാ, ശരി ഇന്ന അത് നഷ്ടം പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കിട്ടിയില്ല പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. ആ സാറില്ല കൊണ്ടു സാറില്ല. ഇങ്ങനെ ഈ ഒരു നിലപാടാണ് മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നത്. എന്ത് നഷ്ടപ്പെട്ടാലും തന്റെ ആദർശങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന്. അതുപോലെ സ്ഥലടക്കമുള്ള ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഒരു ആതിഥേയൻ എന്നുള്ള നിലയ്ക്ക് ആ വീട്ടില് ആർക്കും എപ്പോ വെള്ളം കയറി ചെല്ലാം, എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അവിടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് എന്റെ സ്വന്തം വീടാണ്. അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് ആ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നത്. മറ്റൊരു അന്യതാബോധം ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഞാനവിടെ മഞ്ചേരി ചെല്ലുന്ന കാലത്ത് ഈ ബാലകൃഷ്ണൻ സംസാരിച്ച ബാലകൃഷ്ണൻ പുൽപ്പറ്റയാണ് അന്ന് ഈ IRA എന്ന് പറയുന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി. പിന്നീടാണ് ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തത്. അങ്ങനെ പോകുന്ന കഥകൾ ഒരുപടി പറയാനുണ്ട്. അതിനിടയ്ക്കാണ് തസ്നിബാനു പ്രശ്നം ഉണ്ടാകുന്നത്. തസ്നിബാനു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങള് ജബ്ബാർ മാഷ ഞാനുമാണ് ശാരീരികമായിട്ടുള്ള എന്താ പറയാ ജീവന് ഭീഷണി ഉണ്ടായിരുന്ന ആൾക്കാര്. അതില് ജബ്ബാർ മാഷിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ പോയത്. ഈ തസ്നിബാനിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന എനിക്ക് എന്താണ് പറയുക, തലമുടിതാരേക്ക് ഞാൻ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കാരണം എനിക്ക് കാര്യമായ കുറ്റവർക്ക് കാണാൻ പറ്റിയില്ല. ജബ്ബാർ മാഷിനെ കൊല്ലാൻ വേണ്ടി 2 വണ്ടിക്ക് ആൾക്കാർ പോയി. അവര് ഫോൺ ബന്ധം വിച്ഛേദിച്ചു. അദ്ദേഹത്തിന്റെ വീട് ചവിട്ടി തുറന്നു. അപ്പോഴേക്കും അദ്ദേഹം ഫോൺ ബന്ധം വിച്ഛേദിച്ചത് അടുത്ത വീട്ടിലായി പോയി. അങ്ങനെ അദ്ദേഹം ഫോൺ ചെയ്ത്, അദ്ദേഹം പാർട്ടിയുടെ ഒരു സമുന്നതമായ നേതാവായിരുന്നുകൊണ്ട് വിത്തിൻ മിനിറ്റ്സ് പോലീസ് അവിടെ എത്തി. അതിലൊരു വണ്ടി കേടായി പോയി. അങ്ങനെ ആക്രമണങ്ങളെ പിടിച്ചു. അങ്ങനെ സംഭവങ്ങൾ ഒരുപടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാം കൊണ്ട് കൂടിയിട്ട് ഇതെല്ലാം നേതൃത്വങ്ങൾക്ക് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനമെടുക്കും, ഞങ്ങളെ കൊടുക്കുക അനുസരിക്കുക, അത്രേ ഉള്ളൂ. അവിടെ ഒരു അലവിയച്ചൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അതായത് ഒരു മുസ്ലിം ആയിരുന്ന ഒരാൾ ക്രിസ്ത്യാനിയായി. അയാൾ അങ്ങേയറ്റം അവിടുത്തെ തീവ്രവാദികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു.
വളരെ ധൈര്യപൂർവ്വം ഞങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് പിന്നെ സംരക്ഷണം കൊടുത്തിരുന്നു. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുള്ളത് 1921 എന്ന് പറയുന്ന ആ ചരിത്ര സംഭവം, ഈ ചരിത്ര സംഭവം വളച്ചൊടിക്കപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. യഥാർത്ഥ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വല്യമ്മാവനായിരുന്നു ചേക്കുട്ടി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, റിട്ടയർഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പൂപ്പനാണ്, അച്ഛന്റെ അച്ഛൻ. വല്യമ്മാവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് തീവ്രവാദികൾ വന്നിട്ട് ഇദ്ദേഹത്തെ കഴുത്തറുത്ത് കൊല്ലുകയും മഞ്ചേരിക്ക് നമ്മൾ പ്രദർശിപ്പിക്കുക, തല പ്രദർശിപ്പിച്ച് കുന്തത്തെ നമ്മൾ കുത്തി പ്രദർശിപ്പിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഇയാള് എന്താണ് ഇത് നേതൃത്വം കൊടുത്ത ശരിക്കും വർഗീയ ലഹളയാണ് നടന്നത്. ഈ ഇൻസ്പെക്ടറെ കൊന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് ഇത് ഈ സമരത്തെ അടിച്ചമർത്താൻ തയ്യാറായത്. അല്ലെങ്കിൽ അവരെ 3 ജില്ലകള്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഒരു ഭാഗം, ചില ഭാഗങ്ങള് ചേർത്തിട്ട് ഒരു രാജ്യം തന്നെ ആക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. അത്രയും വലിയ തീവ്രവാദിയായിരുന്നു ഈ പറഞ്ഞ ആൾ, ഇത് നേതൃത്വം കൊടുത്തയാള്. പക്ഷെ ഈ സത്യങ്ങള് ഇന്ന് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ വിളിച്ച് സേതുമാമനെ പോലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ഇത് എന്താ പറയാ സ്വാതന്ത്ര്യ സമരമാണ് നടന്നത്, അവർക്ക് പെൻഷൻ കൊടുക്കണം, പലരും അതിന് പെൻഷൻ മേടിക്കുന്ന ആൾക്കാർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്ന, ശരിക്കും എൻസൈക്ലോപീഡിയ ആയിരുന്ന ഒരു പച്ചയായ മനുഷ്യർന്നു ഈ സൈതുമാനൊക്കെയും വിയോഗം എല്ലാ അർത്ഥത്തിലും ഞെട്ടിക്കുന്നതാണ്. പക്ഷേ മരണം സംഭവിക്കേണ്ടത് തന്നെയാണ്. യുക്തിവാദികളായ ആൾക്കാര് അതില് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം തുറന്നിട്ട വഴികൾ നമുക്കെല്ലാം പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജോർജ്, താങ്ക് യു വെരി മച്ച്. അപ്പൊ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഈ മീറ്റിങ്ങിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പിന്നെ പിതാവിന്റെ പിതാവാണ് ചേക്കുട്ടി. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഈ അദ്ദേഹം തന്നെ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ആ ജബ്ബാർ മാഷായിട്ട് ഇന്റർവ്യൂവിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. വളരെ നല്ലൊരു ഒബ്സർവേഷനാണ് പറഞ്ഞത്. ഈ വാര്യംകുന്നത്ത് ഒരു തീവ്രവാദിയായിരുന്നു എന്നും ഒക്കെയുള്ള നിലപാട് വളരെ ശക്തമായി ഉന്നയിച്ചിരുന്ന ഒരാളാണ് സെയ്ദ്. അത് മാത്രമല്ല, അത് പറഞ്ഞതിന് അദ്ദേഹം ഈ CPM-നോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് അവർ കൂടുതലായിട്ട് ഈ മുസ്ലിം റാഡിക്കൽ ഫോഴ്സസിനോട് ഒരു സഖ്യം ചെയ്തു പോകുന്നതിനെ കുറിച്ച് സെയ്ദിന് വലിയ പരാതി ഉണ്ടായിരുന്നു. ഈ കാര്യത്തിലൊക്കെ ഉള്ള ചരിത്രം വളച്ചൊടിക്കുന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന സംഗതികൾ പ്രസിദ്ധീകരിക്കാനൊന്നും ആരും തയ്യാറല്ല. അദ്ദേഹം ആദ്യം എഴുതാൻ തുടങ്ങിയത് ചന്ദ്രികയിലായിരുന്നെങ്കിലും പിന്നീട് മറ്റു മേഖലകളിലേക്കൊക്കെ എഴുതാൻ തുടങ്ങുന്നു. അപ്പൊ അവസാനം അദ്ദേഹം ഇതെവിടെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജന്മഭൂമിയാണ് അദ്ദേഹത്തിന് ഒരു വഴി തുറന്നു കൊടുക്കുന്നത്. അദ്ദേഹം ജന്മഭൂമിയിലെ ഒരു കോളംനിസ്റ്റ് ആയിരുന്നു കുറേയേറെ കാലം. പല ആൾക്കാർക്കും അറിയാത്തൊരു സംഗതിയാണ്. കാരണം ജന്മഭൂമി അധികം നമ്മൾ യുക്തിവാദികൾ ആരും കാണാത്തൊരു സംഗതിയാണ്. പക്ഷെ എനിക്കതിന്റെ ചിലപ്പോൾ കട്ടിംഗ് ഒക്കെ കോപ്പി അയച്ചു തരും. ഞാൻ യുക്തിവാദ ലേഖനം തന്നെയാണ്, ഇവരെ ഇപ്പൊ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കോപ്പിയൊക്കെ അയച്ചു തരും എന്ന്. അപ്പൊ ഇതൊക്കെ, പക്ഷെ അദ്ദേഹം ഒരിക്കലും അവരോട് പൊളിറ്റിക്കലി അലൈൻ ചെയ്തിട്ടല്ല ഇത് ചെയ്യുന്നത്. പ്രസിദ്ധീകരിക്കാൻ അവരാണെങ്കിലും ഇത് പ്രസിദ്ധീകരിക്കട്ടെ എന്ന നിലയിലാണ് പലപ്പോഴും ഈ പറയുന്ന ഈ മാപ്പിള കലാപത്തെക്കുറിച്ച് മറ്റും അദ്ദേഹം എഴുതിയിട്ടുള്ള കുറിപ്പുകൾ. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും അയച്ചു തരുമെങ്കിൽ നമുക്കത് റീപബ്ലിഷ് ചെയ്യേണ്ട പല സംഗതികളും അതിനകത്ത് കിടപ്പുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിന്റെ മകളുടെ പേര് രേഖ എന്ന പേരിടുന്നത് പോലും അദ്ദേഹം ഈ രണരേഖ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തുണ്ടാകുന്ന കുട്ടിയാണ്. അങ്ങനെയാണ് ആ പേര് പോലും വരുന്നത്. ഞാൻ ഓർക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ പറഞ്ഞതിനും ഇതൊക്കെ ഓർമ്മിച്ചെടുത്തതിനും ജോർജ് പ്രത്യേകം നന്ദി. എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് സെയ്ദ് മുഹമ്മദുമായിട്ട് എനിക്കും നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഞാൻ IIP-യിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ കൃത്യമായി അവിടെ വരികയും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു, നേരത്തെ ജോർജ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല മനുഷ്യൻ എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇടപെടുന്നത്. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന അങ്ങനെയാണ്. പിന്നെ സ്വന്തമായ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ ആ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഈ നമ്മുടെ ഈ കാലഘട്ടം ഉണ്ടല്ലോ, യുവസംഘ പ്രവർത്തനം എങ്ങനെ സഞ്ചരിക്കാതെ ആയ സമയത്ത് ഈ അവിടുത്തെ കാലത്ത് എന്നിട്ട് ഒരു 6-7 മാസം ആവേ ഉള്ളൂ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ആവാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ശേഷം കാണാൻ പറ്റി. ഒരുമിച്ച് കണ്ടു, ഫോട്ടോ എടുത്തു, അതോടൊപ്പം ഒരുമിച്ച് ചായ കുടിച്ചു. അങ്ങനെ ഒരു പുതു ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കണ്ടു. ആരോഗ്യം എല്ലാം പറഞ്ഞു, ആരോഗ്യം മോശമാണെന്ന് രേഖപ്പെടുത്തി. അതിനുശേഷമാണ് അബ്ദുൽ അലീം മാഷ് വരെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ സെയ്ദ് മുഹമ്മദ്, അപ്പോഴാണ് നമ്മുടെ ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത്. കോവിഡ് കാലത്ത് അബ്ദുള്ള മേപ്പൂര് മരണപ്പെടുന്നു. അപ്പൊ ഇവരുടെ നമുക്ക് ഈ മൂവർ സംഘമാണ്, അബ്ദുള്ള മേപ്പൂർ, സെയ്ദ് മുഹമ്മദ് ആനക്കയം,
അബ്ദുൽ അലി മാഷ്. ഇവര് മൂന്നുമാണ് ഈ എന്റെ അറിവില് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ സുഹൃത്തുക്കൾ എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതില് അബ്ദുൽ മേപ്പയുടെ മരണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം ഇതിനുശേഷമാണ് ഈ സേതു മുഹമ്മദിന്റെ അസുഖത്തെ കുറിച്ചോ അതിന്റെ ഗൗരവത്തെ കുറിച്ചും വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് അലിമാഷ് ഫോണിലൂടെ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ കുടുംബം ബന്ധങ്ങളും ഒക്കെ വ്യക്തിപരമാണ്. നേരത്തെ പറഞ്ഞ പോലെ മരിച്ച വലിയ കാര്യമൊന്നുമില്ല, പള്ളിയിലായാലും അമ്പലത്തിലെ എവിടെ അടയ്ക്കാലും അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ പുതിയ തലമുറയോട് പറയുവാൻ ഈ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന വെച്ചാൽ വലിയൊരു പ്രവർത്തനം തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതമാണല്ലോ, കൂടുതൽ കേസ് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കാം. നമുക്ക് അതിനു വേണ്ടി വലിയ ചില ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ എന്താണ്ട് ആവശ്യമില്ല. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുകയാണ്. മക്കൾ എന്ന് പറയുന്നത് വേറൊരു വ്യക്തികളാണെന്ന് നമ്മൾ കാണുക. അവർക്ക് പരിണാമം സംഭവിക്കാം. ആദ്യം കാണുന്ന രീതിയിലല്ല. അതിൽ നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇത് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇതാണ് നല്ലത്. അതായത് കണ്ണുകൾ ദാനം ചെയ്യുക, ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുക, ഇതാണ് നല്ലത്. മക്കളെ ഇഷ്ടപ്പെടുക. ഇതിൽ വേറെ നമ്മള് മൊത്തത്തിൽ വിമർശിച്ചുള്ള ലേഖനം എഴുതണം എന്നുള്ള എനിക്ക് യോജിപ്പില്ല. ഇന്നൊന്നൊരു ലേഖനം ഞങ്ങളെ കണ്ടു എന്നുള്ളതാണ്. അതായത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. സേതുമുഹമ്മദ് ആനക്കയൻ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു എന്ന് അടയാളപ്പെടുത്തൽ സമരോത്സവപരമായ മതത്തിനോട് ഏതൊരു വിട്ടുവീഴ്ചയില്ല പ്രവർത്തിച്ചെന്ന് തല്ലിടമറുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഊരുവിലക്ക് പ്രഖ്യാപിച്ച സമയത്ത് ഞാനൊക്കെ ഈ രംഗത്ത് വരുന്ന സമയത്താണ് ഒരു ശതമാനം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഈ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ മതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം. നമ്മൾ കൂടുതൽ ആർത്തിയില്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മകൻ കൂടുതൽ കേസ് വേണ്ടിയാണ് പോയത് എന്നുള്ളത് ഒരു വേറൊരു പണം സമ്പാദിക്കാനുള്ള ഒരു അങ്ങനെയല്ല. നമ്മുടെ ആദർശമാണ് അല്ലെങ്കിൽ പൊതു സമൂഹത്തോട് പരിവർത്തനോട് ജീവിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് ഉണ്ടാവില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. മക്കളും ആ രീതിയിൽ വരണം. കൂടുതലും സ്വതന്ത്ര ചിന്തയിലേക്കാണ് മക്കൾ വരേണ്ടത്. അങ്ങനെ വന്നില്ലാത്തതിന്റെ കുഴപ്പമാണ് കാണുന്നുണ്ട്. എന്തായാലും സേതു മുഹമ്മദ് പ്രായം ചെന്നാണ് മരിച്ചത്. അവിടെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്നത് യുക്തിവാദം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ സജീവമായി അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ സാമ്പത്തികം മുടക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അത് യുക്തിവാദ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിനും ഒക്കെ അദ്ദേഹം മുന്നിട്ട് നിന്നു. പണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമല്ലായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്നതാണ്. അവസാനം സ്വതന്ത്ര ലോകം എന്ന പരിപാടികൾ ഞാൻ കാണുന്നത്. ആ പരിപാടിയില് ഏകദേശം പണം മുഹമ്മദ് പാറയ്ക്കലും ഇദ്ദേഹമാണ് മുടക്കി നടക്കുന്നത്. അതായത് ആ പരിപാടിയുടെ മൊത്തം ചെലവിന്റെ ഒരു 80% പണം മുടക്കിയത് സേതു മുഹമ്മദ് ആനക്കയും മുഹമ്മദ് പാറയ്ക്കലും രണ്ട് വ്യക്തികളാണ്. അതായത് പണം മുടക്കുന്നതിനും യുക്തിവാദ നടത്തുന്ന ഏത് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അങ്ങനെ സാറേ, 90കൾ മുതല് പരിചയമുള്ള ഒരാളാണ് സേതു ആനക്കയൻ. വളരെ അടുത്ത പരിചയം എന്ന് പറയുന്നത് അന്ന് IRAയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുമ്പോൾ അതിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. മലപ്പുറം സൈഡിലുള്ള ആദ്യം നാഗേഷൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന പോലെ സേതു ആനക്കയം, അബ്ദുൽ അലി മാഷ്, അബ്ദുള്ള മേപ്പൂർ, ഇങ്ങനെ കുറച്ച് എണ്ണം പറഞ്ഞ ആളുകൾ നമ്മൾ കൃത്യമായിട്ട് അന്ന് അറിയുന്ന IRA വഴി അറിയുന്ന ആളുകളാണ്. അല്ലാതെ അനേകം ഈ മുസ്ലിം നാമധാരികളായ ആ സമുദായത്തിൽ വന്നിട്ടുള്ള അനേകം ആളുകൾ അന്ന് ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഞാൻ ഈ ഒരു 2 വർഷം മുന്നേ ഈ സേതു ആനക്കയത്തിനെ അടുത്ത് ഒന്ന് കാണുവാനും അദ്ദേഹമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാനും സാധിച്ചു. കാരണം ഇപ്പൊ നാഗേഷ് ചൂണ്ടിക്കാണിച്ച പോലെ സ്വതന്ത്ര ലോകം നടക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം കുറച്ച് പുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. അപ്പൊ അന്ന് ഈ ഒരു വിഷമങ്ങളൊക്കെ, ഈ വിഷമം വെച്ചാൽ കുടുംബ പശ്ചാത്തലം അല്ല, കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള എന്നോട് പറഞ്ഞു. ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആൾക്കാര് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളന്ന് എറണാകുളത്ത് നമ്മുടെ ചാർവാഹം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ എല്ലാ വർഷവും നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അത് നല്ലതാണ്, നിങ്ങളുടെ പരിപാടി മുമ്പോട്ട് പോട്ടെ എന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നെ അതുകൂടാതെ ഇപ്പൊ സൻസാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ കൂടി ചേർക്കുകയാണ്. ഈ നമ്മുടെ മരണാനന്തരം മൃതദേഹം അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ
ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങള് ഇപ്പൊ എറണാകുളത്ത് AT കോവിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഉണ്ട്. 60-60ഓളം അംഗങ്ങൾ അതിനകത്ത് മൃതദേഹം ദാനം ചെയ്യുവാനും മരണാനന്തരം അതായത് കണ്ണുകളും മൃതദേഹം ദാനം ചെയ്യാനൊക്കെ സമ്മതിച്ചുകൊണ്ടൊരു സംഘടനയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കുറെ ആളുകൾ ഇപ്പൊ ആദ്യം സന്നദ്ധാർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ആശയത്തിൽ നിൽക്കുന്ന കുറെ പേർക്ക് അവരുടെ മരണാനന്തരം അങ്ങനെ അത് നടക്കുക എന്നുള്ളൊരു ഭീതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സംഘടനയെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ പഴയൊരു നാടക ഒരു സംവിധായകൻ ഒരാളുടെ ഇതുപോലെ ഒരു KG ജോർജ് അപ്പൊ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. അപ്പൊ കഴിവതും അങ്ങനെ ഒരു സംഘടനയൊക്കെ കുറച്ചുകൂടി ഗ്യാരണ്ടി ഉണ്ടാവും. മക്കളെ ആരെയും കുറ്റപ്പെടുത്തം പരിപാടി നടക്കുന്ന കാര്യമാണ്. ആ ഒരു വൈകാരികമായി നിർത്തി ചിലപ്പോ അങ്ങനത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോ അവരെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു സംഘടനകളെ നമ്മള് ഉപയോഗിക്കാം. നമുക്ക് അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്തു. അദ്ദേഹത്തിന് വളരെ ഒരു സൗമ്യനായ മനുഷ്യനാണെന്ന് എല്ലാവരും പറഞ്ഞു. സൗമ്യനായിരുന്നു. വളരെ എന്താ പറയുക, വളരെ സാഹസികമായിട്ട് ആൾക്കാർ സംവേദിച്ച് ജയിക്കാൻ പറ്റിയ ഒരു സംവാദകനൊന്നും ആയിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ സഹിഷ്ണുതയോടെ മറ്റുള്ളവർക്ക് നൊമ്പരപ്പെടാത്ത രീതിയിൽ പറയാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിന് എന്താ പറയുക, വിയോഗം നമുക്ക് സമൂഹത്തിന് നഷ്ടം തന്നെയാണ്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിലെ യുക്തിവാദികൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം നമുക്ക് എല്ലാവർക്കും നഷ്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു. മൃതദേഹത്തിന്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കേട്ടു. ഞാനിവിടെ ജോലിയിലാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ കൂടെ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ മുഴുവൊന്നും കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി എന്താ എന്താ ഇത് പുള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കുക എന്നുള്ളത്. പുള്ളിക്ക് അതിൽ ഭയങ്കര ഒരു വാശി ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് എൻ്റെ അടുത്തും ഏട്ടൻ സാബുവിൻ്റെ അടുത്തും കുറെ പ്രാവശ്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര എതിരായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങള് വളരെ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ കാണുന്ന ആയിട്ടുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ മൃതദേഹം നമ്മള് ചെറിയ കുട്ടികളായിട്ടാണ് അവിടെ ഒരു 16-17 വയസ്സാകുമ്പോഴാണ് നമ്മൾ ഈ മൃതദേഹത്തെ കാണുന്ന. ആദ്യത്തെ ഫസ്റ്റ് ഇയറിലാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ നമ്മൾ അത്ര ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പൊ ഈ മൃതദേഹത്തുമായിട്ട് കളിക്കുകയും അതിന്റെ പല ഭാഗങ്ങളിൽ പിടിച്ച് കളിയാക്കുകയും ഇതൊക്കെ ചെയ്യുന്ന മാത്രമല്ല വെട്ടിപ്പൊളിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളതും ഞങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു കാരണം ആയതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അത് കാരണം എനിക്കതിൽ ഒരു താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2-3 പ്രാവശ്യം ഞാൻ പുള്ളിയുടെ അടുത്ത് ഈ കാര്യം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞല്ല, അത് എന്റെ ആഗ്രഹമാണ്, അത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്യില്ല. അപ്പൊ പുള്ളി ഇതിന്റെ ഒരു സാക്ഷ്യപത്രം സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ സൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്യില്ല പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, ഞാൻ നിന്റെ അടുത്ത് വീണ്ടും തെറ്റും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് ഞങ്ങളോട് നിർബന്ധപരമായിട്ട് ചെയ്യിച്ചതാണ്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ലാസ്റ്റ് ഒരു 3-4 ദിവസമായിട്ട് പുള്ളിയുടെ കണ്ടീഷൻ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംവാദം വന്നു, ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അവരോട് പറഞ്ഞു വാപ്പാന്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ്. പുള്ളി അങ്ങനെ ഒരു കാര്യത്തിലും ഒരു നിർബന്ധം പിടിക്കാത്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അങ്ങനെ ഒരു നിർബന്ധം ഈ ആശയങ്ങൾക്ക് മാത്രം ഭയങ്കര ഒരു നിർബന്ധം പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്ക് നല്ലൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഏട്ടനത് വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല. അതായത് കൂടുതൽ എന്താ പറയാ കേസ് കിട്ടുന്നോ അങ്ങനെ ഒന്നും വിചാരിച്ച അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നും അല്ല. അതൊന്നും അവന്റെ ചിന്തയിലേ വന്നിട്ടില്ല. അതേപോലെ തന്നെ രേഖയും ഞങ്ങൾ 3 പേരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു താല്പര്യവും ഇല്ല
ഇവിടെ കൊടുക്കാൻ. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഇത് പുള്ളിയുടെ ഒരു അവസാനത്തെ ആഗ്രഹമാണെന്ന് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി ഐ വുഡന്റ് റെക്കമെൻഡ്, ബിക്കോസ് നമ്മളത് കണ്ടിട്ടുണ്ട്, നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് ഈ 1 വർഷവും 2 വർഷവും മാത്രമല്ല, എല്ലാ വർഷവും ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അവിടെ എന്നിട്ട് അധികം ഡിസെക്ഷൻ ഹാളില് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി എടുക്കുന്ന ഒരു സംവിധാനം കൂടി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് അതൊരു നോർമൽ ഒരു പ്രവണതയാണ്. എല്ലാവർക്കും അതിങ്ങനെ ചെയ്യാനും അതിനെ കളിയാക്കാനും പിന്നെ അത് വെട്ടിപ്പൊടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ആസ് എ മോൻ, ആസ് എ സൺ, എനിക്ക് അത് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത് സമ്മതിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് എന്ന് വിചാരിച്ചത് മാത്രമാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അതിൽ യാതൊരു താല്പര്യമില്ല. അത് വേറെ ഒരു കാരണം കൊണ്ടുമല്ല, അത് വളരെ പ്രത്യേകമായിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് വന്നത് ആക്ച്വലി. അപ്പോ ഇതൊന്ന് പറയാം. വേറെ ഞങ്ങൾ ഡിസ്കഷനിൽ ഒബ്വിയസ്ലി ഞാനും പുള്ളിയുടെ കുറെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. പുള്ളിയുടെ ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇടമുറുകിന്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും ടി കോവൂരിന്റെ ബുക്കുകളെല്ലാം വായിച്ചൊരു മനുഷ്യൻ തന്നെയാണ്. നമുക്കിതിൽ കുറെ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ എനിക്കും നമ്മളായിട്ടുള്ള ഏട്ടനും ഇതേപോലെ തന്നെ എല്ലാ ഞങ്ങൾ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാർ തന്നെയാണ്. പക്ഷെ അഗൈൻ ലോഡ് ഓഫ് ഒരു ഭയങ്കര ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ സമ്മർദ്ദമൊക്കെ അവരെ ഞങ്ങളെ മുകളിലായിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തീരുമാനമാണ് അവസാനത്തെ തീരുമാനം ഞങ്ങളോടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതാണ് എന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോ അവർക്ക് രണ്ടുപേർക്ക് വേറെ ഒരു ഇതൊന്നും വിചാരിച്ചിട്ടല്ല അവർ രണ്ടുപേരും പറഞ്ഞത്. അത് വളരെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള സാബു ഇവിടെ ഇല്ല, ഏട്ടന്റെ പേര് സാബു, രേഖ, അവർ രണ്ടുപേരും ഇവിടെ ഇല്ല. അതൊക്കെ ഞാൻ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു റോഷിത് അത് പറഞ്ഞതിന്. എങ്കിൽ പോലും റോഷിത് പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പൊ ഒരാൾക്ക് കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. എനിവേ സെയ്ദ് മുഹമ്മദിന്റെ ലെഗസി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ആ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തത് എന്താണ്, പ്രവർത്തിച്ചിരുന്നത് എന്താണ്, അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്, അതാണ് അദ്ദേഹത്തിന്റെ ലെഗസി എന്ന് പറയുന്നത്. അതിന് അതുകൊണ്ട് ഒരു കളങ്കവും ഉണ്ടാകുന്നില്ല. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ പോലത്തെ ഒരാൾ മരണപത്രത്തിൽ എഴുതി വെക്കുകയും അത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അച്ചടിക്കുകയും ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ എല്ലാത്തരം ഹൈന്ദവ ആചാരങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കിയത്. ഇല്ലേ? അതുകൊണ്ട് പക്ഷെ നെഹ്റുവിന്റെ ലെഗസിക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ഇല്ല. കാരണം ഈ ബോഡിയുടെ അവകാശികൾ എന്ന് പറയുന്നവര് അതിന്റെ നെക്സ്റ്റ് കിന്നാണ് അവർ. അതുകൊണ്ട് അവർക്കാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹപ്രകാരമാണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഒരുപക്ഷെ ഇപ്പൊ ഇവിടെ ഞാൻ അക്കാര്യത്തിൽ സെയ്ദിന്റെ ആഗ്രഹപ്രകാരം സെയ്ദിന്റെ ബോഡിക്ക് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. യൂറോപ്പിലാണെങ്കിൽ നമ്മൾ മൃതദേഹം ഉടൻ തന്നെ നമുക്ക് വീടുകളിൽ കിട്ടുന്നില്ല. നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സൈൻഡ് ഡയറക്ട്ലി ബൈ ദി പേഴ്സൺ. അവിടെ വേറെ ആർക്കും തൊടാൻ പറ്റില്ല. അവിടെ അവർക്ക് അത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ സംഗതി, ഈ പ്രഷർ, ഈ മൃതദേഹങ്ങളെ ഇവരെങ്ങനെയാണ് ആദരവില്ലാതെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന രീതി, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നോക്കൂ, അപക്വരായ വിദ്യാർത്ഥികൾ അവരുടെ വളർന്നു വരുന്ന സാഹചര്യത്തിലെ അവരുടെ ഇമ്മച്യൂരിറ്റിയും അവരുടെ ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനവും കൊണ്ട് അവരെന്തെങ്കിലും തരത്തിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഈ ബോഡികളോട് പെരുമാറുന്നു എന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനത്തെ ബാധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ഒരു പ്രൈവറ്റ് സംഗതിയാണ്. കാരണം എന്തിനാണ് ഒരു ബോഡി കൊടുക്കുന്നത്? അത് റോഷിത്തിനറിയാമല്ലോ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുത്തതാണ്. അപ്പം ഈ ബോഡി അവരുടെ ഇതിന്റെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും ആദ്യം തന്നെ റിമൂവ് ചെയ്യും. ആരുടെ ശരീരമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് അല്ലേ, ഇത് കുട്ടികളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാ ഐഡന്റിറ്റി, ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ താടിയൊക്കെ ഉൾപ്പെടെ മുഴുവൻ തന്നെ റിമൂവ് ചെയ്തു. കാരണം ഐഡന്റിറ്റി കൻ നോട്ട് ബി സീൻ ബൈ എനിബഡി. അപ്പൊ അതുകൊണ്ട് ഒരു മൃതദേഹത്തെ ആരെങ്കിലും സ്പർശിച്ചു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വെകിളികളായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു മനസ്സുറയ്ക്കാത്ത ഏതെങ്കിലും കുട്ടികൾ അതിനോട് അപക്വമായി പെരുമാറി എന്നുള്ളത് നമ്മുടെ ഒരു സമീപനത്തെ ബാധിക്കേണ്ട സംഗതിയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അത് ശരിയാണ്. അത് വളരെ കറക്റ്റാണ്. അത് തന്നെയാണ് ഞാൻ
അതവിടെ കൊടുക്കാൻ അത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു കാരണമായിരുന്നു. അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാരണമാണ്. പക്ഷെ അഗൈൻ അതുപോലെ തന്നെ കണ്ണുകള് പുള്ളി വീണ സമയത്ത് ആ വീഴ്ചയില് ഒരു കണ്ണ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമത്തെ കണ്ണ് പുള്ളി ഓപ്പറേറ്റ് ചെയ്തതാണ്. ഇപ്പൊ അടുത്ത് നമ്മൾ തന്നെയാണ് ഓപ്പറേറ്റും ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ ആക്ച്വലി കൊടുക്കാൻ പറ്റുന്നതായിട്ടുണ്ടായിരുന്നുള്ളു. അത് തന്നെ എനിക്കറിയില്ല, അത് എക്സാക്ട്ലി അഗൈൻ അതിന്റെ ഒന്നും ഡീറ്റെയിൽ ഒന്നും നോക്കാനും ഇതിനൊന്നും സമയം നമുക്ക് അതിന്റെ ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്നും ഇനി കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ തിരുത്താൻ പറ്റില്ലാത്ത സംഗതികളാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് പറഞ്ഞ് ദുഃഖിക്കുകയല്ല വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. അത് പാഠങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മൃതദേഹത്തെ എന്ത് ചെയ്തു എന്നത് അതല്ല നമ്മുടെ പ്രശ്നം. അദ്ദേഹം എന്തായിരുന്നു ജീവിച്ചപ്പോൾ ചെയ്തെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതാണ് നമ്മൾ കാണുന്ന സംഗതി. ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ലെഗസിക്ക് അദ്ദേഹത്തിന്റെ നിയന്ത്രണമില്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് സഹകരണങ്ങൾ കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹവിരുദ്ധമായി നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇനി നിങ്ങളെപ്പോലും ഞാനതിന് കുറ്റം പറയില്ല. നിങ്ങളുടെ ആ സമയത്ത് മാനസികാവസ്ഥ, നിങ്ങളുടെ വൾണറബിലിറ്റി, മറ്റുള്ളവരുടെ മുന്നിലുള്ള സാഹചര്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയ സംഗതിയല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മൃതദേഹം സംസ്കരിക്കുവാൻ നമുക്കൊരു അവകാശം ഉണ്ടാകണം. അത് സാധ്യമാകുന്ന മട്ടിലുള്ള സോഷ്യൽ അറ്റ്മോസ്ഫിയറും പ്രായോഗികമായ അറ്റ്മോസ്ഫിയറും ഒക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പോസിറ്റീവായിട്ട് നമുക്കത് എടുക്കാം. അപ്പൊ അതിലേക്ക് അധികം ശ്രദ്ധ പോകേണ്ട സംഗതിയല്ല. ലെറ്റ്സ് ഗോ ഇൻ ടു വാട്ട് ഹി ഹാസ് ഡൺ ഇൻ ഹിസ് ലൈഫ്. ഏതായാലും റോഷിത്തിന് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. നമ്മള് പണ്ട് കണ്ടിട്ടുണ്ട്. ഉണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് കുട്ടിയല്ലായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. സയ്യിദ് മുഹമ്മദ് മാഷ് എന്തായാലും ബോഡി ദാനം ചെയ്യാൻ ആഗ്രഹിച്ചു, അത് നടന്നില്ല. എന്തിനാണ് ഈ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ തങ്ങളുടെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ കൊണ്ട് മറ്റ് രണ്ടുപേർക്ക് ഒരാൾ വെളിച്ചം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ സയ്യിദ് മുഹമ്മദ് മാഷ് ഏതാണ്ട് കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് ഡയബറ്റിക് പേഷ്യന്റാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കണ്ണുകൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ ആരെങ്കിലും തിരുത്തുക. ഇത് കോർണിയ മാത്രമാണ് എടുക്കുന്നത്. ഡയബറ്റീസിന് യാതൊരു കുഴപ്പമില്ല. എൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. 28 കൊല്ലം ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ 2 പേർക്ക് കാഴ്ച കിട്ടി. അപ്പൊ ഇവിടെ നമ്മുടെ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ KSA പോലുള്ള രാജ്യങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മൃതദേഹം കിട്ടുന്നില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മതപരമായ ഒരു തടസ്സമാണ്. അവിടുത്തെ പൗരന്മാരൊക്കെ മുസ്ലിങ്ങളായിരിക്കും. മുസ്ലിങ്ങളുടെ ശവശരീരം, മൃതശരീരം പഠനത്തിൽ ലഭ്യമല്ലാതായിരിക്കും ചെയ്യുന്ന സാഹചര്യത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മൃതദേഹങ്ങളാണ് അവർക്ക് അപൂർവമായിട്ട് പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വധശിക്ഷയ്ക്ക് എത്തിക്കപ്പെട്ട ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് അവരുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കിട്ടുക. അങ്ങനെ വലിയ തോതിൽ കടാവർ കിട്ടുന്നതിലുള്ള ഒരു പോരായ്മ പല രാജ്യങ്ങളും നേരിടുന്നുണ്ട്. കേരളത്തിൽ അതേസമയം ഇപ്പോൾ ആവശ്യത്തിലോ അതിലധികമോ ആയിട്ടുള്ള തരത്തിൽ മെഡിക്കൽ കോളേജുകൾക്ക് മൃതദേഹം കിട്ടുന്നുണ്ടെന്നാണ്. ഒരു കാലത്തൊക്കെ നമ്മുടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകാർക്കൊക്കെ ലക്ഷക്കണക്കിന് 2-3 ലക്ഷം മുടക്കിയിട്ട് മൃതദേഹങ്ങൾ സ്വന്തമാക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപൂർവ്വം വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ ഒളിച്ചു കടത്തുകയോ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നൊരു മാറ്റം ഉണ്ടായി. കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരം മൃതദേഹങ്ങളോട് മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്താ പറയാ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും മെഡിക്കൽ കോളേജ് അടക്കം നവാബ് രാജേന്ദ്രന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. 2-3 ദിവസം ഉപയോഗിക്കപ്പെടാതെ ചീഞ്ഞു തുടങ്ങിയ നവാബ് രാജേന്ദ്രൻ മൃതദേഹത്തെ നമുക്ക് നമ്മുടെ കേരളം ഒരു കുറ്റബോധത്തോട് ഓർത്തെടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിസ്ഥിതി ഒരു സ്ഥാപനത്തിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിന്റെ മാനേജ്മെന്റ്, സർക്കാരാണെങ്കിലും സ്വകാര്യമാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശേഷിയുള്ളവരായിരിക്കണം. അപ്പൊ റോഷിത്തിന് അദ്ദേഹത്തിന്റെ ജീവിതകാലവും ഇപ്പോഴത്തെ ജീവിതകാലത്തിലും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ഒരു ഡോക്ടറാകാനായിട്ട് സഹായിച്ചിട്ടുള്ളത് ഒന്നുകിൽ സന്മനസ്സോടുകൂടി സ്വന്തം ശരീരം സമർപ്പിച്ചിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ കടാവറുകളാണ്, അല്ലെങ്കിൽ അനാഥമായി പോയതിനാൽ ദഹിക്കപ്പെടാതെയോ അല്ലെങ്കിൽ മതാചാരപ്രകാരം സംസ്കരിക്കപ്പെടാതെയോ പോയ ചിലരുടെ മൃതദേഹങ്ങളാണ്. ആ മനുഷ്യരോട് അല്പം ഒരു പരിഗണന ഉണ്ടായിരിക്കണം. താങ്കൾക്കും താങ്കളുടെ കൂടെയുള്ളവർക്കും
സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഒക്കെ കിട്ടിയ അതേ കാര്യങ്ങൾ ഇന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു ചെറിയ ഉത്തരവാദിത്വം കൂടിയാണ്. അത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അത്തരം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനായിട്ട് ചിലർ തയ്യാറാകുമ്പോൾ, സ്വന്തം ശരീരം ദാനം ചെയ്യാൻ തയ്യാറാകുമ്പോൾ, സ്വന്തം ശരീരത്തെ ആരുടെ മണ്ണിൽ കുഴിച്ചു മൂടുകയോ അതിൽ തീക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ മേന്മയൊക്കെ കണക്കാക്കി സ്വന്തം ശരീരത്തെ ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ ആ മനസാക്ഷിയ കരുതലിനെ ഇങ്ങനെ തൃണവൽഗണിക്കുന്നത് ശരിയല്ല. അത് ആരുടേതാണെങ്കിലും എന്നാണ് ആ വിഷയത്തിൽ. ഇനിയുള്ളത് സേതു മാനക്കത്തെ കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരുപക്ഷെ തേരാളിയിലൂടെയോ അല്ലെങ്കിൽ രണരേഖ മാസികയിലൂടെയാണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ രണരേഖ മാസിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തേരാളി മാസികയിൽ ഏറ്റുമാനൂർ ഗോപാലനും അതുപോലെ തന്നെ സേതു മുഹമ്മദ് ആനക്കയൊക്കെ എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു ലേഖനം ഇസ്ലാമിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ആചാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്തിട്ട് ആ സ്ത്രീയെ രണ്ടാമത് വിവാഹമോചനം ചെയ്തയാൾ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ, നിക്കാഹ് കഴിക്കണമെങ്കിൽ ഒരു ഇടക്കെട്ടുകാരൻ ഉണ്ടാവുകയും ആ ഇടക്കെട്ടുകാരൻ കല്യാണം കഴിച്ച് അവിടെ ലൈംഗിക ബന്ധം നടത്തി എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം മതത്തിൽ നിർബന്ധമായിട്ടുള്ള ഒരു അനാചാരമാണ്. ഇതിനെ സംബന്ധിച്ച് സയ്യിദ് മുഹമ്മദ് മാഷ് ഒരിക്കലും ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനമാണ് ആദ്യമായിട്ട് ആ ലേഖനത്തിലൂടെ അദ്ദേഹത്തെ ആദ്യമായിട്ട് സയ്യിദ് മുഹമ്മദ് മാഷിനെ അറിയുന്നത്. ആ ലേഖനത്തിന് ചുരുക്കം മാത്രം പറയാം. ഒരു ഭാര്യ ഭർത്താക്കന്മാര്, വളരെ സാധാരണക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാര് കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ പ്രായമായ മക്കളുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ വഴക്കുണ്ടാക്കുകയും ആ ഭർത്താവ് ഒരു പെട്ടെന്ന് ഒരു നിമിഷത്തില് നിന്നെ മുത്തലാക്കി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതൊരു ദേഷ്യത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരില് നാട്ടുകാർ അവരെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്നാൽ ഈ സ്ത്രീ തന്റെ കുട്ടിക്ക് അസുഖം ഉണ്ടായപ്പോ ഈ കുട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ്. ബസ്സിലാണ് പോവുക. ബസ്സിൽ വെച്ചിട്ട് തന്റെ മുൻ ഭർത്താവിനെ കാണുന്നു. അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നു? കുട്ടിയെയും ഭാര്യയും കൂടെ കൂട്ടി ആശുപത്രിയിൽ പോകുന്നു, ചികിത്സക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത കാര്യം നാട്ടിൽ പാട്ടാവുകയും ഇനി മേലല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു പ്രശ്നമുണ്ടായി. അവിടെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരാണ്, ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാര് ബഹളം ഉണ്ടാക്കുന്നു. ഇനി അത് പറ്റില്ല, നിങ്ങൾ തലാക്ക് ചൊല്ലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് നിയമപ്രകാരം വിവാഹിതരാകണം. വീണ്ടും അങ്ങനെ വിവാഹിതരാകണമെങ്കിൽ ഒരു ഇടക്കെട്ടുകാരൻ വേണം. അങ്ങനെ ഒരു ഇടക്കെട്ടുകാരനെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ കൂടി സംഘടിപ്പിക്കുന്നു. തൽക്കാലത്ത് ഒറ്റ ദിവസത്തേക്ക് ഭർത്താവ്. അങ്ങനെ ഭർത്താവിനെ സംഘടിപ്പിച്ച് ഈ സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ഈ സ്ത്രീയും ഈ പുതിയ ഭർത്താവും ഒരു ദിവസം അന്തി ഉറങ്ങുന്നു ഉറപ്പാക്കിയ ശേഷം പിറ്റേ ദിവസം നാട്ടുകാരുടെ എല്ലാം കാണുക താനും പുതിയ ഭർത്താവും കൂടി കിടന്നുറങ്ങിയ പായ, അന്നത്തെ കാലത്ത് പായൊക്കെയാണ്, പായ പരസ്യമായിട്ട് അത് കഴുകാനായിട്ട് തോട്ടിലേക്ക് ഈ സ്ത്രീ കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ വെച്ച് എല്ലാവരും വിളിച്ച് കഴുകി വൃത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് സയ്യിദ് മുഹമ്മദ് ആനക്കയും ഒരു ലേഖനം എഴുതി. ഇസ്ലാമിലെ ഇടക്കെട്ട് സമ്പ്രദായത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ. അപ്പോഴാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരമുണ്ട്. ഒരാള് വിവാഹമോചനം ചെയ്ത് രണ്ടാമത് ആ സ്ത്രീയെ തന്നെ കെട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു പരിഹാസ്യമായ പരിപാടിയിലൂടെ കടന്നുപോകേണ്ട ഗതികേട് മുസ്ലിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. എന്തായാലും ആ ഒരു കാലത്ത് കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന് തന്റെ എഴുത്തിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ശരിയായ ഇസ്ലാമിന്റെ മുഖം എന്താണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാനും ആർജവം കാണിച്ചിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലും സയ്യിദ് മുഹമ്മദ് മാഷ് തീർച്ചയായിട്ടും ഇന്ത്യൻ യുക്തിവാദി പ്രസ്ഥാനത്തിന്, കേരള യുക്തിവാദി പ്രസ്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും നൽകിയിട്ടുള്ള സംഭാവന വിസ്മരിക്കാനായിട്ട് പറ്റില്ല. ഒരു 2 മാസം മുമ്പ് ആണ് അദ്ദേഹത്തെ തിരുവൂര് വെച്ചിട്ട് പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. അപ്പോ ജീവിതത്തിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന അപൂർവം നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും അപ്പൊ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ സൗഹൃദം കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ പങ്കിടാനായിട്ടും കഴിഞ്ഞതിൽ ഇപ്പോഴും വലിയ സന്തോഷം തോന്നുന്നു. എല്ലാ ആദരവും ആ ഓർമ്മകൾക്ക് മുമ്പിൽ അർപ്പിക്കുന്നു. താങ്ക് യു. എനിക്ക് നേരിട്ട് കണ്ടില്ല, കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും നടക്കുകയല്ല. പക്ഷേ ഈ ഒരു സാധാരണക്കാരന് ഇസ്ലാമിക വിമർശനം സാധ്യമാണ് എന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ചതിൽ മുമ്പനായിട്ട് തന്നെ
ഞങ്ങളൊക്കെ ഇൻഫ്ലുവൻസറായിട്ട് തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾ കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം ഞങ്ങൾക്ക് അത്യധികം ഖേദമുണ്ട്. വാക്കുകളിലല്ല, മനഃപൂർവ്വമായിട്ട് തന്നെ. കാരണം ഞാനൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക വിമർശനം ആരെയും കൂസാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒക്കെ ബലത്തിൽ നിന്നുകൊണ്ടാണ്. അവരുടെ ത്യാഗങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും. എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കാരണം ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നതിലേക്ക് സ്വയം ധരിച്ച മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മാത്രമാണെന്ന് ഞാൻ പറയില്ല, ഒരു കൂട്ടമുണ്ട്, അബ്ദുൽ ഭാഷുണ്ട്, ജബ്ബാർ മാഷുണ്ട്, ഡോക്ടറുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ അതിൽ ഒരു ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോലും വിമർശനം, മതങ്ങൾക്കെതിരെ വിമർശനം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസൻ മാറ്റർ എന്നുള്ളത് പഠിപ്പിച്ച വളരെ സൈലന്റായിട്ട്, നിശബ്ദമായിട്ട്. ഞാൻ ഫേസ്ബുക്കിൽ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയില്ല. എങ്കിലും ആ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് എനിക്കൊരു ഇസ്ലാമിക വിമർശന ഗ്രൂപ്പ് നടത്താനും ഒക്കെ അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനം വളരെയധികം വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുസ്മരണം മാത്രം, ബാക്കിയുള്ള കാര്യങ്ങൾ പൊളിറ്റിക്സ് കാര്യങ്ങൾ മറ്റൊക്കെ എല്ലാവരും പറഞ്ഞോണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. കാരണം തെറ്റുകൾ തിരുത്താൻ പറ്റില്ല, കാരണം അത് സംഭവിച്ചാണ്, പാസ്റ്റാണ്. പക്ഷെ ഇനി അത് സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കാണെങ്കിലും അല്ലെങ്കിൽ ഷിഹാബിനാണെങ്കിലും അത് സനലിനാണെങ്കിലും മറ്റാർക്കാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ അത് ഇതുപോലുള്ള എക്സാമ്പിൾ തന്നെ നമുക്ക് തിരുത്താനുള്ള സൗകര്യങ്ങൾ, നമുക്ക് എന്ത് തെറ്റ് പറ്റിയെന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ളത്, അത് തിരുത്താനുള്ള എന്താണോ ഈ പറഞ്ഞ ഏത് രീതിയിലാണോ അത് വേണ്ടത് എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാവരും ഭാഗത്തുണ്ടാകട്ടെ. എന്തായാലും ഇതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് നിർത്തും. 80കളിൽ തന്നെ എനിക്ക് സയ്യിദ് മുഹമ്മദ് ആനക്കാത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ലേഖനങ്ങൾ വായിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവും. നേരിട്ട് സംവദിക്കാനൊക്കെ ഉള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അടുത്ത കാലം വരെ തന്നെ പറയാം, ഫേസ്ബുക്കിൽ വളരെ സജീവമായിരുന്നു. ഇത്തരം ചിന്താഗതിയുള്ള ആളുകളോട് ഒരു പ്രത്യേക മമത കാണിക്കുകയും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അവരുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വളരെ നല്ല രീതിയിൽ ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരു വലിയ മാനവിക ബോധം പുലർത്തുന്ന ഒരു മഹത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിയുടെ ഞാനും ഓട്ടോ ഡിഡക്റ്റും മറ്റൊരു സുഹൃത്തും കൂടി അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പോകണം, ഉടൻ തന്നെ പോവാൻ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ പറഞ്ഞു, ഇല്ല, ആളിപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ വലിയ കുഴപ്പമില്ല, നമുക്ക് ഏതായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ യാത്രയൊക്കെ പ്രശ്നമാണ്, കാരണം മലപ്പുറത്തു കൂടിയാണല്ലോ യാത്ര ചെയ്യുന്നത്, അപ്പൊ കുറച്ച് പ്രശ്നമാണ്, അപ്പൊ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്തായിരുന്നു. അപ്പൊ തീരുമാനം എടുത്തപ്പോഴാണ് ഇന്ന് രാവിലെ ഓട്ടോ പിടിച്ചിട്ട് പറയുന്നു ആദ്യം മരിച്ചുപോയി എന്നുള്ള ആ വിവരം അറിയിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിലും അതിനുശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയാണ്, ഈ ബോഡി കൊടുക്കുമ്പോൾ അതിന് അനാദരവ് കാണിക്കും മറ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് ഒരു ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു മെഡിക്കൽ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് അദ്ദേഹം പറയാൻ പാടുണ്ടോ എന്തോ എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ തലമുറ ഏതായാലും ഡോക്ടർമാരായി കഴിഞ്ഞു, വരും തലമുറക്കും ഈ ബോഡിയുടെ ആവശ്യമുണ്ട്. അത് ഏത് രീതിയിലാണെങ്കിലും അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാൻ തയ്യാറുള്ള ആളുകളുടെ ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് ജീവിതകാലം മുഴുവൻ ഒരു ചിന്താധാരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവസാന കാലം എന്റെ മൃതശരീരം പോലും മനുഷ്യന് ഗുണകരമാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ആഗ്രഹം നടത്തി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബാധ്യത നിങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് സങ്കടപ്പെടുന്നത് തന്നെയാണ്. അത് ഇനി എല്ലാ യുക്തിവാദികളും വളരെ തയ്യാറെടുപ്പോടു കൂടി തന്നെ, കാരണം ഈ പുരോഗമനവാദികളായുള്ള മനുഷ്യർക്ക് ഈ അരാജകവാദികളായുള്ള മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ടാണ് എനിക്കതിൽ തോന്നിയത്. അത് അവരൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞാൽ രേഖാപരമായിട്ട് എഴുതി ചിട്ടപ്പെടുത്തിക്കൊണ്ട് കോർട്ട് സീലും വാങ്ങി വെച്ചതായിരുന്നു എന്റെ മൃതശരീരം എന്റെ മരണശേഷം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്ന്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നത് എന്റെ മാംഗോ സ്ട്രീയുടെ താഴെ എന്നെ മറവ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ മതമൗലികവാദികൾ അതിനെ അനുവദിക്കാതെ ഈ സെലിബ്രിറ്റികളവർക്ക് വല്ലാത്തൊരു താല്പര്യമാണ്. അപ്പോൾ സാധാരണക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ യുക്തിവാദിയാണെങ്കിൽ അവരവർ തിരിഞ്ഞു നോക്കില്ല. അത് മാത്രമല്ല അവിടെ മറവ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ തിരിച്ചയക്കുകയും ചെയ്യും. പക്ഷെ സെലിബ്രിറ്റികൾ അവർക്ക് വലിയ ഇതാണ്. അതിന്റെ ഭാഗം തന്നെ ആയിരുന്നു ഇപ്പോ ആനക്കയത്തിനും
ഉണ്ടായ ഒരു സംഭവം. അപ്പൊ അതിന് മക്കളൊക്കെ കൂട്ടുനിന്നു, കുടുംബങ്ങളൊക്കെ കൂട്ടുന്നു, സ്വാഭാവികം അവരത് കൂട്ടുനിൽക്കുമല്ലോ. കാരണം മക്കളുടെ ഭാഗത്താണ് ഒരു എതിർപ്പ് വേണ്ടല്ലോ. വാപ്പാക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. അത് നടപ്പിലാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളാകുമ്പോൾ പിന്നെ നാട്ടുകാർ അതിന്റെ കൂടെ നിൽക്കും. പക്ഷെ അതിനപ്പുറം എന്ന് പറയുന്നത് മൗലികവാദികൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമുണ്ട്. അദ്ദേഹം കലിമ ചൊല്ലിയിരുന്നു. അതിനെക്കുറിച്ച് റോഷിദ് ഇവിടെ പറയണം. അങ്ങനെ ഒരു കലിമ ചൊല്ലുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. മതമൗലികവാദികൾ എല്ലാ കാലത്തും ഇത്തരം പ്രചരണങ്ങൾ നടത്തും. അദ്ദേഹം അവസാനം എന്നെ മറവ് ചെയ്യാൻ പള്ളിയിൽ തന്നെ കൊണ്ടുപോകണമെന്നും ഇതിന്റെ ആദ്യത്തെ എഴുത്തുകളൊക്കെ നിൽക്കുന്നു ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെ അവർക്ക് പ്രചരിപ്പിക്കാൻ കഴിയും. കാരണം അവരുടെ താല്പര്യം അതാണ്. ഇപ്പൊ റോഷിദിന് അത്രമല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കലിമ ചൊല്ലുന്നതായിട്ടോ ഇനി അബോധാവസ്ഥയിൽ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് അയാള് അറിയാതെ ഏറ്റു പറഞ്ഞോ എന്താണ് ആ വസ്തുത കൂടി ഒന്ന് പറയണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഞാന് അതിന് രണ്ട് കാര്യങ്ങൾ. അത് ആദ്യത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് അത് നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണമായിരുന്നു. രണ്ടുപേരും പറഞ്ഞു അത് ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ് നമ്മള് അതിന്റെ അത് ഇങ്ങോട്ട് കൊടുക്കാനുള്ളതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കണമായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അത് സമ്മതിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആസ് എ സൺ, ഞാൻ എൻ്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാദറിനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കണ്ട സംഭവങ്ങളാണ്. അത് കാരണമാണ് ആ ഒരു സിറ്റുവേഷനിൽ ഫാദറിന് ചെയ്യാൻ എനിക്കൊരാഗ്രഹം, എൻ്റെ ഒരു ആസ് എ സൺ എനിക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഇത് എന്താണ് പ്രിൻസിപ്പളിനെതിരാണെന്നല്ല എനിക്കറിയാം. പക്ഷെ ദിസ് ഈസ് അറ്റ് ദ സെയിം ടൈം ആസ് എ സൺ I didn't want him to be cut throat or being made mock of other people. അതാണ് അതിന്റെ ഒരു സത്യം. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിങ്ങൾ എന്തോ ഒന്നും കൂടെ പറഞ്ഞു. അത് ഞാൻ അതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴോ എന്നെ ഞങ്ങളൊന്നും ആരും ചെയ്തു കൊടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് റോഷിദിനെ ഇതുപോലെ പറയുന്നതിന് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ തുറന്നു പറയാം. കാരണം അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ് മാനുഷികമായ ഒരു ഇത് എന്നുള്ളതാണ്. ഞാൻ ആസ് എ ഡോക്ടർ എനിക്ക് റോഷിദ് പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് നമ്മളൊരു 17 വയസ്സിലോ 18 വയസ്സിലോ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ തന്നെയും നമ്മൾ പലപ്പോഴും കുറെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരാനുള്ള ഒരു മാനസികമായും ബ്രെയിനിന്റെ വളർച്ചയെ മനസ്സിലുള്ളത്. റോഷിദ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജില് ആദ്യമായിട്ട് ഡിസൈൻ ഹാളിൽ കയറുമ്പോൾ ഫോർമാലിന്റെ ഗന്ധത്തിൽ കറുത്ത മരവിച്ച ശരീരങ്ങൾ ഒരു ട്രോളിയിൽ 3-4 ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോൾ അന്ന് സ്തബ്ധനായി നിന്നിട്ടുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. ഈ ഫോർമാലിന്റെ അതിരൂക്ഷമായ ഗന്ധവും കണ്ണെരിച്ചിലും 3-4 ആഴ്ചകളോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഗ്രാജുവലായിട്ട് നമ്മൾ ബോഡിയോ അക്കസ്റ്റംഡ് ആയിട്ട് വരും. അത് ഗ്രാജുവലി നമ്മൾ അതിനോടുള്ള ഭയം മാറുകയും അതിന്റെ ഭാഗങ്ങൾ ഡിസെക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആദ്യം അനാട്ടമിയുടെ പ്രൊഫസർ വന്നിട്ട് എന്നെ പറഞ്ഞു, ദീസ് ആർ ബോഡീസ് ആർ യുവർ ടീച്ചേഴ്സ്, ഇവരെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. നിങ്ങൾ നല്ല വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കും. പക്ഷെ നമ്മൾ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ മറന്നു. റോഷിദ് പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്നിട്ട് ലഡു കഴിക്കാനും ജിലേബി കഴിക്കാനും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കുള്ള സ്വീറ്റ്സ് കഴിക്കാനും നമുക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. അത് ഇനി ഒരു ബുക്ക് പോലെ തന്നെയാണ് നമുക്കത് പോകുന്നത്. പക്ഷെ നമ്മളുടെ റോഷിദിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഒരു ഇതായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവർ പറഞ്ഞതിന് എഴുതിയത്. കാരണം സ്വന്തം വാപ്പയെ ഈ ബോഡി ഇതേപോലെ ഒരു ട്രോളിയിൽ 3-4 ബോഡി ഒരുമിച്ച് കൊണ്ടുവന്നിടുകയും അത് മറ്റുള്ളവർ ഇത് മറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ ആരും കുറ്റം പറയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ആ സിറ്റുവേഷൻ കടന്നു പോയിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നോൺ മെഡിക്കൽ ഇതായിട്ടുള്ളവർ കുറച്ച് പ്രായം കഴിഞ്ഞാൽ ഒരുപക്ഷെ റോഷിദ് അതിന് സംബന്ധിച്ചിരി. ഞാനിപ്പോഴും എൻ്റെ വീട്ടുകാരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്തെനിക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഞാനവരോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദം. ആൻഡ് ഈ അവരിപ്പോ പറയാണ് അങ്ങനെയല്ല വാപ്പ, ഞങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഐ ഹാവ് ടു അക്സെപ്റ്റ് ദം. നമ്മളൊരു ഇതായത് കൊണ്ട് നമ്മളൊരു കർക്കശമായ രീതിയിൽ നമ്മൾ ബോഡി ചെയ്യണം
നമുക്ക് നമ്മുടെ ഇത് പറയാം. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ സനൽ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് നോട്ട് അവർ, നമ്മളുടെ ഭാഗമല്ല നമ്മളുടെ ശരീരം, അത് മറ്റുള്ളവർക്കാണ്. ഇറ്റ് കിൽസ് സംബഡി എൽസ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ അധികം ഒരു കർക്കശ നിലപാട് സ്വീകരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. റോഷിദിന്റെ ആ കാര്യത്തിൽ നമ്മൾ വിഷമിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഒരു അവസരം തന്നതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് ഈവനിങ്, രതീഷാണ്. പറയാ ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ റോഷിദിന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങളുടെ 7th സ്റ്റാൻഡേർഡ് വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സ്കൂളോട് പിരിഞ്ഞു പോയി. അപ്പോ ഒരുപക്ഷെ ഞാനൊരു റാഷണലിസ്റ്റ് ആവാൻ കാരണം റോഷിദാണ്. അപ്പൊ റോഷിദ് ഒരു റാഷണലിസ്റ്റ് ആവാൻ കാരണം റോഷിദിന്റെ ഉപ്പ സെയ്ദ് മുഹമ്മദ് ആനക്കായമായിരുന്നു. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, മലപ്പുറത്തുള്ള യുക്തിവാദിക്ക് എല്ലാ റെസ്പെക്ട്, മലപ്പുറത്തെ അല്ല ഈ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ യുക്തിവാദിക്കും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തെ, ഞാൻ ഇന്ന് ഈ സനല സാർ ലിങ്ക് അയച്ചപ്പോഴാണ് അദ്ദേഹം മരിച്ചു എന്ന് അറിയുന്നത്. വളരെ ദുഃഖമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം മെഡിക്കൽ കോളേജിലോട്ട് ഡൊണേറ്റ് ചെയ്തില്ല എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. റോഷിദ് ട്രൈ ചെയ്തു എന്ന് റോഷിദ് പറയുന്നു, സാബു അഗേൻസ്റ്റ് ആയിരുന്നു, മോഡ് അഗേൻസ്റ്റ് ആയിരുന്നു പറയുന്നു. പക്ഷെ ഓക്കെ, റോഷിദിന് ഒരു റാഷണൽ സ്റ്റൈലിലെ ബാപ്പ ഉണ്ടായിരിക്കും. പക്ഷെ റോഷിദ് ചിലപ്പോ മാറിയോ എന്ന് എനിക്കറിയില്ല, റിലീജിയസ് ആയോ എന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി റോഷിദിന്റെ മാരേജ് എനിക്കറിയാം. അല്ല, ചിലപ്പോ റിലീജിയസ് ആയതുകൊണ്ട് ആയിരിക്കില്ല, ചിലപ്പോ അതിന്റെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കും, റിലേറ്റീവ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ റോഷിദിനെക്കായി അടുത്തൊരു ബന്ധം സെയ്ദ് ആനക്കായ സാറോട് ഇല്ല. എന്നാലും എനിക്കത് വളരെ എന്താ പറയാ ഫീലിംഗ് ഉള്ള ഒരു കാര്യമായി ഇത് കേട്ടത്. റോഷിദ് ഓപ്പൺ ആയിട്ട് പറയാൻ ഈ ഗ്രൂപ്പ് പറയുന്നത് കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് റോഷിദ് യു ആർ നോട്ട് ഡൺ എ റൈറ്റ് തിങ്. ഓക്കെ, പിന്നെ ബോഡി മെഡിക്കൽ കോളേജിൽ പഠിച്ചപ്പോ അതിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് പറയുന്നത് ദാറ്റ്സ് ആൾ റിലീജിയസ് കൺസെപ്റ്റ്. അത്രേ ഉള്ളൂ. മരിച്ച ആളുടെ ബോഡിയുടെ റെസ്പെക്ട് കാര്യം. ഓക്കെ, എന്നെ സംബന്ധിച്ച് റാഷണലിസ്റ്റ്, ഒരു റിലീജിയസ് ആൾക്ക് അത് അതിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ഓക്കെ, റോഷിദ് ഒരിക്കൽ ആവുമ്പോ അറ്റ്ലീസ്റ്റ് റോഷിദിന്റെ ബോഡി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ ഡൊണേറ്റ് ചെയ്യും. അടുത്ത ജനറേഷൻ പഠിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് റോഷിദ് ടൈം. താങ്ക്സ് സർ. ബൈ, ഗുഡ് നൈറ്റ്. ബഷീദ്, എന്റെ വാക്കുകളിൽ എന്തെങ്കിലും താങ്കൾക്ക് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബോഡി വലിയൊരു കൺസേൺ അല്ല. അത് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളുന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് നാളെയും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു മാനവീയത അദ്ദേഹം പുലർത്തിയത്. ആ മാനവീയതയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. എന്തൊരു വേദന എന്റെ ഭാഗത്ത് തോന്നുന്നില്ല. ആദർശപരമായി നമുക്ക് സംസാരിക്കാം. പക്ഷെ ആസ് എ സൺ നമുക്കത് ചെയ്യാൻ ചില സമയത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ രതീഷിനോടും പറയാനുള്ളത്. ബിക്കോസ് നമുക്ക് ഇതെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അല്ലാണ്ട് എനിക്ക് കല്യാണം കഴിച്ചു ഞാൻ എന്റെ ആദ്യത്തെ ഭാര്യ ഒരു ഹിന്ദു ആയിരുന്നു. ഡിവോഴ്സ് ആയതിനു ശേഷമാണ് ഞാനൊരു നോർമൽ കല്യാണം, ഒരു മുസ്ലിമിന്റെ കല്യാണം കഴിച്ചത്. അപ്പം അത് വിചാരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അത് കാരണമല്ല, അത് ആസ് എ സൺ നമ്മൾ അവിടെ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ ഡോക്ടർ സാജൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് സാജൻ ഡോക്ടറിന്റെ ഡിസെക്ഷൻ റൂമിൽ എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ആവർത്തനം എന്റെ അച്ഛന്റെ മുകളിൽ വേണ്ട എന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവരോട് പ്രത്യേകം ക്ലിയർ ആയിട്ട് പറഞ്ഞതിലുള്ള കാര്യം അത് പാപ്പയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഓപ്പോസ് ദം. അവർക്ക് എന്താണ് അവരുടെ തീരുമാനങ്ങളിലൂടെ നമ്മൾ ഐ ഹാവ് ടു ടേക്ക് ദെയർ കൺസിഡറേഷൻ. നമുക്ക് എന്റെ ഒരു തീരുമാനം മാത്രം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവർ രണ്ടുപേരും ഉള്ളതല്ലേ. അപ്പൊ ഞാൻ എന്റെ തീരുമാനമല്ലല്ലോ അവിടെ ചെയ്യേണ്ടത്. അവർ രണ്ടുപേരും കൂടെ എന്താണ് ആഗ്രഹം എന്നാണ് ഞാൻ തീരുമാനമായിട്ട് എടുക്കേണ്ടത് എന്നുള്ള കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവരോട്. പക്ഷെ എന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറഞ്ഞിരുന്നു. സ്ഥാപനോടും പറഞ്ഞിരുന്നു, രേഖനടുത്തും പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് എഗെയിൻ അവർക്കും ഇതേ ഒരു അഭിപ്രായമാണ്. വേറെ ഒരു കൺസിഡർ ചെയ്തിട്ടല്ല. അല്ലാണ്ട് അവർക്ക് എഗെയിൻ സെയിം തിങ് ആസ് എ ഡോട്ടർ, ആസ് എ സൺ
അവർക്കും ഇത് തന്നെയാണ് ആഗ്രഹം വിചാരിച്ചിട്ട് തന്നെയാണ് അവർ പറയുന്നത്. അല്ലാണ്ട് വേറെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും വിചാരിച്ചിട്ടല്ല അവരും അത് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് പറയണമെന്ന് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. അത്രേ. ഹലോ, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് സെയ്ദ് മുഹമ്മദ് അനുസ്മരണം. അദ്ദേഹത്തെ പറ്റി കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി. അദ്ദേഹം വാസ്തവത്തിൽ യഥാർത്ഥ മനുഷ്യനാണ്. മനുഷ്യനായിട്ടാണ് അദ്ദേഹം വളർന്നത്. മനുഷ്യനായിട്ട് പിന്നെ ജീവിക്കാൻ കൊതിച്ചു, മനുഷ്യനായിട്ട് പിന്നെ അവസാനിക്കാനും ശ്രമിച്ചു. പക്ഷെ എനിക്കിവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, എന്തെന്തും യുക്തിവാദം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പില് മനുഷ്യന്റെ ബോധം എന്താണെന്ന് തിരിച്ചറിയാതെ പോയോ എനിക്കൊരു സംശയം. ഇവിടെ വന്ന് പുള്ളിക്കാരന്റെ മകൻ ഇവിടെ വന്ന് പറഞ്ഞു, വാസ്തവത്തിൽ യഥാർത്ഥ മനുഷ്യൻ ആ വന്ന് പോയ പുള്ളിക്കാരൻ അല്ല, റോഷിത്ത് മകൻ. യഥാർത്ഥ മനുഷ്യൻ വാസ്തവത്തിൽ ഇവിടെ ഞാൻ റോഷിത്തിലാണ്. ബാക്കി എല്ലാവരും കേവലം ഒരു യുക്തിവാദി മാത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് ഞാൻ പറയും. പൊറുക്കണം. ഞാൻ സംസാരിച്ചാണ് റോഷിത് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോ ഞാൻ പിന്നെ കയറി വന്നതാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ ഈ കോളേജിൽ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനോട് ഭയമൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പല പരിപാടികളൊക്കെ കാണിക്കും. ചിലപ്പോൾ ചിലവർ വന്നോട്ട് കമ്മലിട്ട് കൊടുക്കും ഈ ഡെഡ് ബോഡിക്ക്, പിന്നെ അതേപോലെ മാലയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അത് നമ്മളുടെ ആ ഒരു പ്രായത്തിന്റെ ഇതും ഒക്കെ കൊണ്ടാണ് എന്നുള്ളതാണ്. അത് ആ റോഷിദിന് ഇത് മാറിയിട്ടില്ലാത്ത കൊണ്ടാണ് ആ ഒരു ഇത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ എന്താ പറയുന്ന കാരണം ഞാൻ അതുകൊണ്ടാണ്. ഇറ്റ് ടേക്സ് സം ടൈം ടു സെറ്റിൽ ഓൾ ദീസ് തിങ്സ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റോഷിദിനെ ഇതുപോലെ പറയരുത് എന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് നമ്മള് വിശദമായി നമ്മളുടെ മക്കളോട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ തീരുമാനം ഇങ്ങനെയാണ്, പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ why can't we accept what they want to like? അതാണ് എന്റെ ഒരു ചോദ്യം. നമ്മൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ധാരാളം ഇപ്പൊ നേരത്തെ ചലൻ പറഞ്ഞതുപോലെയുള്ള ശ്മശാനങ്ങൾ ഇന്ത്യയിൽ കുറവാണ്, കേരളത്തിൽ കുറവാണ്. ഞാനെപ്പോഴും പൊതു ശ്മശാനങ്ങളെ പറ്റി പലപ്പോഴും എന്റെ റൂമിൽ സംസാരിക്കാറുണ്ട്. ഈ ക്യാപ്സുല മുണ്ടി പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുത്താൽ മാത്രമല്ലല്ലോ, ഡെഡ് ബോഡി കൊണ്ട് വേറെ വേറെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ അതിലൊന്നാണ് ഈ ക്യാപ്സുല മുണ്ടി എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ശരീരം ഒരു ഫീറ്റൽ പൊസിഷനിൽ ഒരു ബയോഡിഗ്രേഡബിൾ ഒരു കോഫിനിലുള്ള താക്കിയിട്ട് അതിനെ ആ ചെടിയോ വിത്തിനോടൊപ്പം വളർത്തുകയും ഒരു മരമായി നമ്മൾ മാറാൻ ഉള്ള ഒരു പദ്ധതി അത് വേറെ പല രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ട് പലരുമായിട്ട് നമ്മൾ ചിലരൊക്കെ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ട്. പൊതു ശ്മശാനങ്ങളായിട്ട് അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിലെല്ലാ മൂലകങ്ങളും ഇതേപോലെ ഉപകാരപ്രദമായി മാറുന്ന ഒരു ഇതായിട്ട് മാറ്റാൻ, ഒരു വൃക്ഷമായിട്ട് മാറി അങ്ങനെ ധാരാളം മൃതശരീരങ്ങൾ ഒരു പൂങ്കാവനമായിട്ട് മാറ്റാനും അവിടെ പക്ഷികളും ചെടികളും പൂമ്പാറ്റകളും ഒക്കെ വന്നിട്ട് അതൊരു ഇക്കോസിസ്റ്റമായിട്ട് മാറാനുള്ള ഒരു പദ്ധതി അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്റെ റൂമിൽ ഇത് പറയാറുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഈ ഒരു ഒറ്റ കാര്യം മാത്രമല്ല, കുറേയും കൂടി ഇതേപോലെയുള്ള നമ്മളുടെ മൃതശരീരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അതൊരു പൊതുശ്മശാനത്തില് അടക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കുറേയും കൂടി ചർച്ച ചെയ്യേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞു. ഞാൻ ഒരു അവസരം തന്നെയും നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാനൊരു അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് നമ്മുടെ പൊതുവായ ചർച്ചയും നമ്മുടെ ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ് നടത്തിയത് എന്നതിലേക്ക് വഴിമാറിപ്പോയി കൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാളാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായും സ്മരിക്കപ്പെടേണ്ടത്. ഇവിടെ സാന്ദർഭികമായി വരുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് മൃതദേഹം ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. അതൊരു അദ്ദേഹം ഇത് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ സാഹചര്യം കാണുകയാണെങ്കിൽ ഇവിടെ ഫെൽറ്റ് ബാഡ്. അല്ലെ, അത് സാധ്യമല്ലാത്ത സംഗതിയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരങ്ങൾ എന്തു ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സംസ്കരിക്കപ്പെടുക എന്നൊക്കെയുള്ളത് ഒരു തരത്തിലും യാതൊരു വ്യത്യാസവും വരുന്നില്ല. നാരായണ ഗുരുവിനോട് പണ്ട് ഒരാൾ ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ചക്കിലിട്ട് ആട്ടിയിട്ട് തെങ്ങിന് വളമായിട്ടിട്ടാൽ മതി, അതാ നല്ലത് എന്ന് പറഞ്ഞൊരു മറുപടി കേട്ടിട്ടുണ്ട്. അതുപോലെ ഒന്നായി പറഞ്ഞത്, ഈ മരിച്ചു കഴിഞ്ഞാൽ
ഇത് മെഡിക്കൽ കോളേജിന് തന്നെ കൊടുത്തോണം നിർബന്ധമില്ല. അത് അങ്ങനെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ചെയ്യാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഇതെല്ലാം വൈദ്യ വിദ്യാർത്ഥികളുടെ പഠനത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റിച്വലായിട്ടും അത് മാറേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ, അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ ശരീരം ദഹിപ്പിച്ചതിന് ശേഷം ആ ചാരം ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്ന ഒരു പാർക്കുണ്ട് ടെറ്റ്സ്വെല്ലിൽ. ആ ടെറ്റ്സ്വെല്ലിലെ ആ പാർക്കിൽ അദ്ദേഹം നടന്നിരുന്ന ഒരു പാർക്കിൽ പാർക്കുകാരുടെ അനുമതി വാങ്ങിച്ചിട്ട് ആ നടപ്പാതയ്ക്ക് ചുറ്റുമുള്ള ചെടികൾക്ക് വളമായിട്ടിടണം എന്ന് പറയും. അവരതിന് അനുമതി കൊടുത്തു. അപ്പൊ അത് ഒരു നോവലായിട്ടുള്ള പല രീതികൾ ചെയ്യാം. മരിച്ചു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനല്ല, അതൊരു വേസ്റ്റ് ആണ്. അത് ഡിസ്പോസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നന്നായി ഡിസ്പോസ് ചെയ്യാനാണ് പണ്ട് കത്തിച്ചു കളയുക, നമ്മൾ ഭൂമിക്കടി കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു പ്രയോജനകരമായ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ബോഡി ഹാർവെസ്റ്റ് ചെയ്യണം. എൻ്റെ അച്ഛനൊക്കെ എഴുതി വെച്ചിരുന്നത് ഹാർവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് ഇന്ന് എന്തൊക്കെ ഉപയോഗിക്കാം അത് മുഴുവൻ എടുക്കണം എന്നാ പറഞ്ഞത്. അപ്പം ഇത് ഓരോരുത്തരുടെയും സങ്കല്പനമാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് തന്നെ നമ്മളൊരു കൃത്യമായി ഇങ്ങനെ ചെയ്തുകൂടുന്നില്ല. പക്ഷെ മരിച്ച ഒരാളുടെ ആഗ്രഹം സഫലീകരിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അത് പോട്ടെ, കഴിഞ്ഞ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു പൊതു ബോധം ഉണ്ടാകാനും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ഇത് വഴി തുറന്നേക്കും എന്നുള്ളതാണ് ഇതിനകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡ്. സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വളരെ എന്താ പറയുക, പൂർണ്ണമായ ഒരു ജീവിതം ജീവിച്ച ഒരാളാണ്. ഇപ്പൊ ഈ റോഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മക്കളൊക്കെ, ഞാൻ റോഷനെ കുട്ടിക്കാലത്ത് കണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവരൊക്കെ തന്നെ റാഷണലിസ്റ്റ് വ്യൂസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അത് അദ്ദേഹം സ്വന്തം സമൂഹത്തിലുള്ള ആൾക്കാരെ മാത്രമല്ല മാറ്റിയത്, അദ്ദേഹത്തിലെ കുടുംബാംഗങ്ങളെ മുഴുവനും അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, ഇല്ലേ? അതെ, എല്ലാവരും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് ജമീലയാണെങ്കിലും അത് സുഹറയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ തന്നെ ആ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റുപാടും പ്രസരിപ്പിച്ച വെളിച്ചം, അതിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ആ വെളിച്ചം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴികൾ, അദ്ദേഹം കടന്നു വന്ന വഴികൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ ഫോക്കസ് വരികയാണ് വേണ്ടത്. ഈ പ്രശ്നവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. റോഷൻ ഈസ് ക്വൈറ്റ് മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്ന ഒരാൾക്ക് അതിന് മനസ്സിലാക്കാനും ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റി ഒക്കെ റോഷൻ ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ ടേക്ക് ഇറ്റ് ഇൻ ദി റൈറ്റ് സ്പിരിറ്റ്. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും ഒക്കെ അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് ഈ മീറ്റിംഗിന്റെ ഫോക്കസ്. താങ്ക് യു. അടുത്തത് ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് സംസാരിക്കാം. ഹലോ, ഞാന് പറയാൻ ഉദ്ദേശിക്കുന്നത്, സനൽ ഇടമുറക്ക് സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞ് സെയ്ദ് മുഹമ്മദ് വാരിയംകുന്നത്തിനെ പറ്റി പറഞ്ഞ ഭാഗം, അതാണ് ഞാൻ കേട്ടത്. അതിനെ പറ്റി പറയാനാണ്. അല്ല, അതേക്കുറിച്ചൊരു ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ അദ്ദേഹം പറഞ്ഞത് എന്ത് എന്നാണ് പറഞ്ഞത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, ഈ മീറ്റിംഗിലെ ചർച്ചാ വിഷയമല്ല. അദ്ദേഹത്തിന്റെ നിലപാട് ആണ് നമ്മൾ പറഞ്ഞത്. ഈ മീറ്റിംഗിലെ ചർച്ചാ വിഷയം വാര്യംകുന്നം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതൊരു തീവ്രവാദിയായിരുന്നു എന്നുള്ളതല്ല. അക്കാര്യത്തിൽ സെയ്ദ് മുഹമ്മദ് പുലർത്തിയ നിലപാട് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രപിതാവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്ന തലത്തിൽ മാത്രമാണ് അത് ചർച്ചാ വിഷയമായിട്ട് വന്നത്. അത് ഈ മീറ്റിംഗിൽ ചർച്ചാ വിഷയം. നിങ്ങൾ പറയുമ്പോ അത് വേറൊരു ഒരു മിനിറ്റ്, ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അത് ഇൻസിസ്റ്റ് ചെയ്യരുത്. സദയം ഈ മീറ്റിംഗിൽ അതിന്റെ ഒരു സ്വഭാവം നഷ്ടപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമുക്കൊരിക്കലും മറ്റൊരു അവസരത്തിൽ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാൻ എന്താ കുഴപ്പം? എനിക്ക് പറയാനുള്ളത്, എനിക്ക് സെയ്ദിനെ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലെ പരിചയമുണ്ട്, ഇല്ലേ? നിങ്ങളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും അദ്ദേഹത്തെ പരിചയമുണ്ട്. ഇനി അദ്ദേഹത്തെ അല്പം അകന്ന് കണ്ടവർക്ക് പോലും അദ്ദേഹത്തിന്റെ ജീവിത നൈർമല്യം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് വിയോജിപ്പുള്ള ആൾക്കാർക്ക് പോലും അദ്ദേഹത്തിന്റെ രീതിയും അദ്ദേഹത്തിന്റെ ശാന്തമായ സംഗതികളൊക്കെ തന്നെ വളരെ ഒരു മാതൃകയായ വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. അപ്പൊ അതായിരുന്നു എനിക്ക് തോന്നുന്നത്. രണ്ടു വശത്താണ് സെയ്ദ് മുഹമ്മദിനെ കാണേണ്ടത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ആശയങ്ങൾ, അതിനുവേണ്ടി ആർട്ടിക്കുലേറ്റ് ആയിട്ട് നിന്ന ഒരു മനുഷ്യൻ, അതേസമയം തന്നെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട രീതികൾ, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതേസമയം തന്നെ
ഈ വെല്ലുവിളികളെ നേരിടുകയും എതിർപ്പുകളെ നേരിടുകയും ചെയ്യുമ്പോൾ അവരോടൊക്കെ തന്നെ സൗഹൃദം പുലർത്തുകയും സ്നേഹബന്ധം വിടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി, എനിക്ക് അതിലൊക്കെ തന്നെ വ്യക്തിപരമായി തന്നെ വലിയൊരു താല്പര്യം തോന്നിയ ഒരു സംഗതി. അദ്ദേഹം ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ നേതൃപദവി വഹിക്കുമ്പോൾ തന്നെ ഞാനുമായി പലതവണ ഡിസ്കസ് ചെയ്ത ഒരു സംഗതിയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചു അല്ലാതെയൊക്കെ തന്നെ ഈ മറ്റു യുക്തിവാദി സംഘടനകളുമായി കലഹിക്കാതെ ഒന്നിച്ചു നിൽക്കാൻ ഒരു വഴി ഉണ്ടാക്കണം. ഇതൊരു പരസ്പരം കലഹിക്കുകയല്ല, നമ്മൾ എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരസ്പരം പല സംഘടനകൾ അത് എല്ലായിടത്തും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫോർ ബെറ്റർ പെർഫോമൻസ് എന്നുള്ളൊരു നിലയിലേക്ക് കൊണ്ടുവരണം. അതിനൊരു മാതൃക അദ്ദേഹം മലപ്പുറത്ത് ഉണ്ടാക്കി. അപ്പോൾ കേരള യുക്തിവാദ സംഘത്തിന്റെ അന്നത്തെ നേതാവായിരുന്ന ജബ്ബാർ മാഷും ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ നേതാവായിരുന്ന സെയ്ദ് മുഹമ്മദ് ഒന്നിച്ച് ഈ സംഘടനാ ഭേദം ഇത് റിലീജനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ യുക്തിവാദി സംഘം എന്ന് പറഞ്ഞൊരു പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറയാം. അതിന് ഒരു സാധ്യമാകണം എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി, സോ എൻകറേജിങ് പൊസിഷൻ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മരണശേഷം നടക്കേണ്ട നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് തുടങ്ങിയ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ സംഘടനകൾ എന്നുള്ള വ്യത്യാസമില്ലാതെ, ആരാണ് അവരെ നയിക്കുന്ന ലീഡേഴ്സ് എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരേ ആശയത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ഇൻക്ലൂഡിങ് സെക്കുലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഉൾക്കൊള്ളാവുന്ന മട്ടിൽ നമ്മൾ പൊതുപരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ ഈ ഐക്യത്തിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെയും വേദികൾ തുറന്നു വരണം ഇനിയുള്ളൊരു കാലത്ത്. അതിലേക്ക് നയിക്കാൻ ഒരുപക്ഷെ സെയ്ദിന്റെ ഒരു മാതൃകയും സെയ്ദിന്റെ ജീവിതവും ശക്തി പകരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ശക്തമായി സ്വന്തം അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനും പടവരുതാനുമുള്ള ആർജവ ബോധം, ഇതൊക്കെ തന്നെ നമ്മൾ കാണിക്കുന്നത് ഒട്ടേറെ പാഠങ്ങൾ തന്നുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. അതൊരു പ്രചോദനം ആകട്ടെ, അതൊരു പ്രചോദനത്തിനുള്ളൊരു വഴിയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.